നീ വന്നില്ലേ? നീ വന്നോ? ആ ഓക്കെ. അപ്പൊ ഭയങ്കര ചെറിയ ക്ലാസ്സാണ്. ആകെ 3 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്താണ് ഫ്ലക്ച്വേഷൻ, പിന്നെ അതേപോലെ റോൾ ഓഫ് അതർ ഓർഗൻസ്, അതേപോലെ കുറച്ച് ഡിസോർഡേഴ്സും. പെട്ടെന്ന് കഴിയും. ചിലപ്പോ 1 അവറിന് കഴിയേണ്ടിയിരിക്കും. ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിക്കണോ? എടുത്തത് വരെ വായിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? ഞാൻ ചെയ്തില്ല. ഇന്ന് ഈ ചാപ്റ്റർ കഴിയും. ഇതും കൂടി കഴിഞ്ഞിട്ട് ഹോൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോ പിക്ചറീഷൻ കേൾക്കുന്നില്ല, എന്താ പറഞ്ഞേ? 1 അവർ കൊണ്ട് ചാപ്റ്റർ ഫുള്ള് കഴിയുമോ? എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. 1 അവർ കൊണ്ട് ചാപ്റ്റർ ഫുള്ള് കഴിയുമോ? അല്ല, ഇത് തേർഡ് ക്ലാസ് ആണ് ഈ ചാപ്റ്ററിന്റെ. ആ ഇത് ലാസ്റ്റ് പാർട്ടാണ്. മുന്നേ ബാക്കി 2 പാർട്ട് എടുത്തിട്ടുണ്ടായി. ഇയാൾ കയറിയിട്ടില്ല അല്ലെ ക്ലാസ്സില്? ഇല്ല. കുഴപ്പമില്ല, റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ അല്ലേ നിങ്ങളെ ആപ്പില്? ആ കാണാണ്ട്. ആ, ഓക്കെ ഓക്കെ. ഇത് തേർഡ് പാർട്ടാ, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ മിക്ചറേഷൻ പറയും. മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെ ഇപ്പൊ ലൈവിൽ ഇതിലുള്ളത്? ഷെദ ഉണ്ട്, പിന്നെ ഹിദ, ജലീല് അല്ലെ? എല്ലാരും ഉണ്ട്. ബാസിലും ഷമിലും ഉണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറ, മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മിക്ചറേഷൻ? പറയ്. ഞാൻ ഇതുവരെ വേർഡ് കേട്ടിട്ടില്ല. മിക്ചറേഷൻ എന്ന് പറഞ്ഞാല്, മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിനെ നമ്മൾ എന്ത് മിക്ചറേഷൻ എന്ന് പറയാം? എന്താണ്? ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? മിക്ചറേഷൻ എന്ന് വിളിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് വരെ പറഞ്ഞിട്ടുണ്ടായി? എന്താണ് ഈ ഫിൽട്രേറ്റ് കളക്ടിങ് ഡക്റ്റിൽ എത്തുന്നത് വരെ പറഞ്ഞിട്ടുണ്ടായി. ഇനി എന്താ നടക്കുക നമുക്ക് നോക്കാം. ഈ ഫിൽട്രേറ്റ് കളക്ടിങ് ഡക്റ്റിൽ എത്തിയിട്ട് അതെന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങളുടെ കിഡ്നി. കിഡ്നി ഒരു പെയർ ഓഫ് യൂറീച്ചേഴ്സ് ഉണ്ട്. യൂറീച്ചേഴ്സ് വഴി എവിടെ എത്തും? യൂറിനറി ബ്ലാഡറിൽ എത്തും അല്ലെ? കിഡ്നി ഉണ്ട്, യൂറീച്ചർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്. അപ്പൊ ഇത് യൂറിനറി ബ്ലാഡർ. ഇനി ഈ യൂറിനറി ബ്ലാഡറിൽ എത്തുന്ന എന്ത് യൂറിന് എങ്ങനെയാണ് പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് റിലീസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? മിക്ചറേഷൻ ആണ്. സിംപ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ആണ് എന്ത്? മിക്ചറേഷൻ. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? ഒരു റിഫ്ലെക്സ് ആണ്. അതായത് CNS കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു റിഫ്ലെക്സ് ആണ് എന്ത്? മിക്ചറേഷൻ. മിക്ചറേഷൻ റിഫ്ലെക്സ് എന്ന് പറയും. അതായത് ഒരു ശ്രദ്ധിക്കണം, ഫസ്റ്റ് എന്ത് ചെയ്യും? ഈ യൂറിന് വന്ന്, ഇതിപ്പോ യൂറിനെ വിചാരിക്കേ, യൂറിന് വന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യും. യൂറിനറി ബ്ലാഡറിൽ ഇങ്ങനെ ഫില്ല് ചെയ്യും. യൂറിനറി ബ്ലാഡറിന്റെ ഇതറിയോ? കപ്പാസിറ്റി എത്രയെന്ന് അറിയോ? യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി അറിയോ എത്രയാണെന്ന്? 600 to 800 ml ആണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നത്. അങ്ങനെ യൂറിൻ വന്നിട്ട് യൂറിനറി ബ്ലാഡറിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ യൂറിനറി ബ്ലാഡറിൽ എന്തുണ്ട്? സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. യൂറിനറി ബ്ലാഡറിൽ എന്തുണ്ട്? സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റഡ് ആവും. അതായത് യൂറിന് ബ്ലാഡറിൽ എന്ത് ചെയ്യും? ഫില്ലാവും. അപ്പൊ എന്ത് ചെയ്യും? ബ്ലാഡറിനുള്ള
സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവും. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? അവര് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് CNSലേക്ക് എന്ത് ചെയ്യും? ഈ വിവരം പാസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? CNSന് തിരിച്ച് ഇങ്ങോട്ട് ഒരു മെസ്സേജ് വരും. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? മോട്ടോർ ഇമ്പൾസ് എന്ന് വിളിക്കാം. CNSന് തിരിച്ച് ഇങ്ങോട്ട് എന്ത് വരും? ഒരു മെസ്സേജ് വരും. അതാണ് മോട്ടോർ ഇമ്പൾസ്. ഇതെന്താണെന്ന് വെച്ചാല് എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡറിനോട് തിരിച്ച് CNSനോട് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് കോൺടാക്ട് ചെയ്യുമ്പോൾ CNSലേക്ക് എന്ത് പോകും? ഒരിത് പോകും, ഒരു മെസ്സേജ് പോകും. തിരിച്ച് CNS എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടൊരു മെസ്സേജ് വരും, മോട്ടോർ ഇമ്പൾസ്. അതെന്താ പറയുന്നത് വെച്ചാൽ യൂറിനറി ബ്ലാഡറിനടുത്ത് കോൺട്രാക്ട് ചെയ്യാൻ പറയും. യൂറിനറി ബ്ലാഡറിനോട് എന്ത് പറയൂ? കൺട്രാക്ഷൻ. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ എന്ത് നടക്കണം? എന്തിന്റെ റിലാക്സേഷൻ നടക്കണം? ഹലോ, ഇതാരും മിണ്ടാത്തത്? ഇന്ന് എല്ലാരും ഉണ്ടല്ലോ, ഒരാളും മിണ്ടണില്ലല്ലോ. യുറേത്രൽ സ്പിൻ യൂറിത്രൽ സ്ഫിങ്ക്റ്റേഴ്സിന്റെ റിലാക്സേഷൻ നടക്കും. സ്ഫിങ്ക്റ്റേഴ്സ് എന്ത് ചെയ്യും? റിലാക്സ് ആവും. സ്ഫിങ്ക്റ്റേഴ്സ് റിലാക്സ് ആവുമ്പോൾ എന്ത് ചെയ്യും? സോറി, സ്ഫിങ്ക്റ്റേഴ്സ് റിലാക്സ് ആവുമ്പോൾ എന്ത് ചെയ്യും? യൂറിൻ പുറത്തേക്ക് പോകും. വോയിഡിങ് ഓഫ് യൂറിൻ നടക്കും. ഓക്കെ ആണോ? ആ മനസ്സിലായോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. പറയും. ഇത് ഒന്നുകൂടെ പറയോ? പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള വോയിസ് നല്ലോണം കേൾക്കണ്ടാ? ഉണ്ട്. ഉപയോഗിച്ചേ. ഇപ്പൊ ഞാൻ പറയണ കേൾക്കല്ലേ? ഉണ്ട്. ഓക്കെ. എന്താണ്? അതായത് യൂറിനറി ബ്ലാഡറിൽ എന്ത് ചെയ്യും? യൂറിൻ വന്ന് ഫില്ല് ചെയ്യും. യെല്ലോ കളറിൽ കൊടുക്കുക. യൂറിനറി ബ്ലാഡറിൽ എന്ത് ചെയ്യും? യൂറിൻ വന്നിട്ട് ഫില്ല് ചെയ്യും. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ വന്ന് ഫില്ല് ചെയ്യുമ്പോൾ യൂറിൻ ഇങ്ങനെ വന്ന് ഫില്ല് ചെയ്യും. യൂറിൻ വന്ന് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ ഒരു പ്രഷർ കാരണം ഇതെന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ, അവര് പുറത്ത് അതിങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. അപ്പൊ അവരുടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. യൂറിനറി ബ്ലാഡറിന് എന്തുണ്ട്? സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ആ സ്ട്രെച്ച് റിസെപ്റ്റർ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? CNSലേക്ക് ഇവിടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? CNSലേക്ക് മെസ്സേജ് പോകും. ഇവിടെ CNSലേക്ക് എന്ത് ചെയ്യും? മെസ്സേജ് പോകും. ഇങ്ങനെ യൂറിനറി ബ്ലാഡർ ഫിൽ ആയിട്ടുണ്ട്, എന്താണ് അത് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മെസ്സേജ് അങ്ങോട്ട് പോകും, CNSലേക്ക് പോകും. അപ്പൊ CNS എന്ത് ചെയ്യും? തിരിച്ച് അവിടുന്ന് ഒരു മോട്ടോർ ഇമ്പൾസ്, അതായത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു റിപ്ലൈ എന്നുള്ള പോലെ ഒരു മെസ്സേജ് അയക്കും. അതാണ് എന്ത്? മോട്ടോർ ഇമ്പൾസ്. ആ മോട്ടോർ ഇമ്പൾസ് എന്താന്ന് വെച്ചാൽ എന്താണ്? യൂറിനറി ബ്ലാഡറിനെ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. CNS തിരിച്ചൊരു മെസ്സേജ് അയക്കും. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യുന്നതിനോട് കൂടെ എന്ത് ചെയ്യും? സ്ഫിങ്ക്റ്റേഴ്സ്, യൂറിത്രൽ സ്ഫിങ്ക്റ്റേഴ്സ് എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? യൂറിന് പുറത്തേക്ക് പോകും. ഓക്കെ ആണോ? ആ ഓക്കെ. ഇനി ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, യൂറിനറി ബ്ലാഡർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മസിലാണ് യൂറിനറി ബ്ലാഡറിന്റെ മെയിൻ. അതായത് ആ മസിലിന് ഒരു പേരുണ്ട്, അറിയാം ഏതാണെന്ന്? ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഡെട്രൂസർ എന്ന് പറഞ്ഞിട്ടൊരു മസിലേറ്റാണ് എന്ത്? യൂറിനറി ബ്ലാഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ അനാട്ടമിയിലൊക്കെ പഠിക്കും. അതേപോലെ 2 സ്ഫിങ്ക്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒരു ഇന്റേണൽ സ്ഫിങ്ക്റ്ററും ഉണ്ട്, ഒരു എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററും ഉണ്ട്. 2 സ്ഫിങ്ക്റ്റേഴ്സ് ഉണ്ട്. ഒരു ഇന്റേണൽ സ്ഫിങ്ക്റ്ററും ഉണ്ട്, ഒരു എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇന്റേണൽ സ്ഫിങ്ക്റ്റർ എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഇന്റേണൽ സ്ഫിങ്ക്റ്റർ എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി പറഞ്ഞാൽ എന്താ? അനൈച്ഛിക
അതായത് നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രാക്ട് ചെയ്യാനോ റിലാക്സ് ചെയ്യിക്കാനോ പറ്റില്ല. അതാണ് ഇൻവോളണ്ടറി. വേറാസ് എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ എന്താണ്, വോളണ്ടറി ആണ്. അത് നമ്മളെ കയ്യിലാണ്. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടു ആൻ എക്സ്റ്റേൺ എന്ത് ചെയ്യാൻ പറ്റും, അത് പിടിച്ചു വെക്കാൻ പറ്റും. അത് എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ എന്തായതുകൊണ്ടാണ്, വോളണ്ടറി ആയതുകൊണ്ടാണ്. ഇപ്പൊ ഓക്കെ ആണോ, മിക്ചറേഷൻ ഓക്കെ ആയോ? ആ എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് എന്താണ് മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. അതിനെയാണ് നമ്മൾ മിക്ചറേഷൻ എന്ന് വിളിക്കുക. യൂറിനറി ബ്ലാഡർ ഫിൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. യൂറിൻ നിറഞ്ഞ് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ അവരിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, CNSലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും. അതായത് ഇങ്ങനെ ഫിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് കൊടുക്കും. CNSലേക്ക് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് കൊടുക്കും. CNS എന്ത് ചെയ്യും, തിരിച്ചൊരു റിപ്ലൈ കൊടുക്കും. ആ റിപ്ലൈ എന്താണ്, ഈ നമ്മളെ യൂറിനറി ബ്ലാഡറിനോട് എന്ത് പറയും, കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറയും, CNS പറയും. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യുന്നതിന് കൂടെ എന്തും കൂടി നടക്കണം, യൂറീത്രൽ സ്ഫിങ്ക്റ്റേഴ്സ് എന്ത് ചെയ്യണം, റിലാക്സ് ചെയ്യണം. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യും, യൂറീത്രൽ സ്ഫിങ്ക്റ്റേഴ്സ് റിലീസ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, യൂറിന് റിലീസ് ചെയ്യും. ഇതുവരെ ഓക്കെ ആണോ? പിന്നെ എന്താണ് ഇവിടെ എന്താ പറയണ നോക്കാം. ഫില്ലിംഗ് ഓഫ് യൂറിൻ, ഫില്ലിംഗ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ കോസസ് സ്ട്രെച്ചിങ് വിച്ച് ഇനീഷ്യേറ്റ്സ് ദ സിഗ്നൽ ടു ENS. അതായത് സ്ട്രെച്ചിങ് ഉണ്ടാവും ഫില്ല് ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും, സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ആവും. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഓൺ വാൾസ് ഓഫ് ബ്ലാഡർ സെൻഡ് സിഗ്നൽ ടു എന്താണ്, CNS. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, CNSലേക്ക് എന്ത് ചെയ്യും, സിഗ്നൽ പാസ് ചെയ്യും. CNS passes motor messages, തിരിച്ച് ഇങ്ങോട്ടൊരു മെസ്സേജ് ഒക്കെ എന്ത്, ടു ഇനീഷ്യേറ്റ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. അതായത് യൂറിനറി ബ്ലാഡറിന്റെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യും, ഒരു മോട്ടോർ ഇമ്പൾസ് CNS അയക്കും. ഇതിന്റെ കൂടെ എന്ത് ചെയ്യും, റിലാക്സേഷൻ ഓഫ് യൂറിത്രൽ സ്ഫിങ്ക്റ്റർ. യൂറിനറി ബ്ലാഡറിന്റെ മസിൽസിനെ കൺട്രാക്ട് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് യൂറിത്രൽ സ്ഫിങ്ക്റ്റർ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, യൂറിൻ റിലീസ് ആവും. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഇസ് കോൾഡ് മിക്ചുറേഷൻ. പിന്നെ ഞങ്ങളുടെ NCERT പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഡൽട്ട് ഹ്യൂമൻ, ഒരു ആവറേജ് അഡൽട്ട് ഹ്യൂമൻ ഒരു ദിവസം 1 to 1.5 ലിറ്റർ ഓഫ് യൂറിൻ എന്ത് ചെയ്യുന്നുണ്ട്, വോയിഡ് ചെയ്യുന്നുണ്ട്. അതായത് 1 to 1.5 ലിറ്റർ ഓഫ് യൂറിൻ നമ്മൾ ഒരു ദിവസം, ഒരു ആവറേജ് അഡൽട്ട്, ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ആവറേജ് അഡൽട്ട് ഒരു ദിവസം 1 to 1.5 ലിറ്റർ യൂറിൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂറിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. യൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ലൈറ്റ് യെല്ലോ കളേർഡ്, വാട്ടറി, അസിഡിക്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ട്. എന്താ ഒരു എന്താ അരോമാറ്റിക് ഓർഡർ എന്നാണ് യൂറിന്റെ ഇത് പറയാ, ഓർഡർ പറയാ. ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതായത് യൂറിന്റെ ഓർഡർ മാറാം, എന്തേലും ഡിസീസ് വരുമ്പോഴൊക്കെ യൂറിന്റെ ഓർഡർ മാറാം. അപ്പൊ നിങ്ങൾ അറിയണം എന്നില്ല. അതായത് ഇപ്പോ ഒരു എന്താ പറയാ, ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ യൂറിൻ ചിലപ്പോൾ ഭയങ്കര ഫിഷി സ്മെല്ലായിരിക്കും എന്ന് പറയും. അതേപോലെ ചിലപ്പോ എന്താണ്, ഇപ്പൊ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും കീറ്റൺ ബോഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ യൂറിൻ ഒരു എന്താണ്, ഫ്രൂട്ടി ഓർഡർ ആണെന്നൊക്കെ പറയും. അങ്ങനെ യൂറിന്റെ ഓർഡർ മാറാം. അത് പഠിക്കാനില്ല. ക്യാരക്ടറിസ്റ്റിക് ഓർഡർ യൂഷ്വലി ഒരു അരോമാറ്റിക് ഓർഡർ എന്നാണ് പറയാം. അപ്പൊ എന്താണ്, ഒരു ലൈറ്റ് യെല്ലോ, വാട്ടറി, സ്ലൈറ്റ്ലി അസിഡിക് എന്നാണ് പറയുന്നത്. അതായത് നോർമൽ, അതായത് എന്താണ് പറയാ, ഇതെന്താണ്, ഏത് pH ആണ് ഇതെന്ന് പറയാ, അസിഡിക്കും അല്ല ബേസിക്കും അല്ല എന്ന് പറഞ്ഞാൽ 7 അല്ലേ. അപ്പൊ ഇവിടെ 6 എന്നാ പറയുന്നത്. അതായത് സ്ലൈറ്റ്ലി അസിഡിക് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ്, യൂറിൻ അനാലിസ് ചെയ്താൽ നമുക്ക് പല ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്കും എത്താം. ഇപ്പൊ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ ബ്ലഡ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണ പോലെ തന്നെ യൂറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്ലിനിക്കൽ ഡയഗ്നോസിസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് എന്ത്, യൂറിൻ എന്ന് പറയുന്നത്. മാൽഫങ്ഷനിങ് ഓഫ് കിഡ്നി, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂറിന്റെ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാണ്, കിഡ്നിയുടെ മാൽഫങ്ഷനിങ്, അതേപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും യൂറിന്റെ അനാലിസിസ് വഴി. ഇവിടെ നോക്കണേ, ടെക്സ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാല്, യൂറിൻ ഫോംഡ് ബൈ ദ നെഫ്രോൺസ് അൾട്ടിമേറ്റ്ലി ക്യാരി ടു ദ യൂറിനറി ബ്ലാഡർ. നെഫ്രോൺസ് ഫോം ചെയ്യണ യൂറിൻ എവിടെത്തും, യൂറിനറി ബ്ലാഡറിലെത്തും.
where it is stored till a voluntary signal is given by central nervous system. ഒരു എന്താ പറയാ അത് ഫില്ലായിട്ട് ഒരു എന്താ പറയാ സെൻട്രൽ നെർവസ് സിസ്റ്റം നമുക്കൊരു വോളണ്ടറി സിഗ്നൽ തരുന്നത് വരെ എവിടെയാണ് യൂറിൻ സ്റ്റോർ ചെയ്യുക? യൂറിനറി ബ്ലാഡറിലാണ്. ദ സിഗ്നൽ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സ്ട്രെച്ചിങ് ഓഫ് ദ യൂറിനറി ബ്ലാഡർ ആസ് ഇറ്റ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് യൂറിൻ. അതായത് നമ്മൾ പറഞ്ഞ് CNS ഒരു വോളണ്ടറി സിഗ്നൽ തരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? മിക്ചറേഷൻ നടക്കുന്നത്. ഈ വോളണ്ടറി സിഗ്നൽ എങ്ങനെയാണ് തരുന്നത്? യൂറിനറി ബ്ലാഡർ ഫില്ലായി സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആണ് എന്ത് CNSലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണത്. അങ്ങനെയാണ് എന്ത് CNS ഇതിനെ പറ്റി അറിയുന്നത്. എന്ത് യൂറിനറി ബ്ലാഡർ ഫിൽ ആയിട്ടുണ്ട് അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെന്ന് CNSന് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇൻ റെസ്പോൺസ് എന്ത് ചെയ്യും? സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലാഡർ സെൻഡ് സിഗ്നൽസ് ടു CNS. The CNS passes on motor messages to initiate the contraction of smooth muscles. അതായത് തിരിച്ച് CNS എന്ത് ചെയ്യും? ഒരു മോട്ടോർ ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് തിരിച്ച് ഇങ്ങോട്ടേക്കും. എന്ത്? യൂറിനറി ബ്ലാഡറിന്റെ സ്മൂത്ത് മസിൽസിന് കൺട്രാക്ഷൻ നടക്കും. അതായത് ഡെട്രോസൽ മസിൽസ് കൺട്രാക്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? CNS തിരിച്ചൊരു മെസ്സേജ് അയക്കും. ആൻഡ് സൈമൾട്ടേനിയസ് റിലാക്സേഷൻ ഓഫ് എന്ത്? യൂറീത്രൽ സ്ഫിങ്ക്റ്റർ. ഇത് കൺട്രാക്ട് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? യൂറീത്രൽ സ്ഫിങ്ക്റ്റേഴ്സിന് എന്ത് നടക്കണം? റിലാക്സേഷനും നടക്കണം. ഓക്കെ, കോസിങ് ദ റിലീസ് ഓഫ് യൂറിൻ. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? മിക്ചുറേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദ ന്യൂറൽ മെക്കാനിസം കോസിങ് ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? മിക്ചുറേഷൻ റിഫ്ലെക്സ്. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ an adult human excrete on an average 1 to 1.5 liters യൂറിൻ ആണ് എന്ത്? ഒരു ദിവസം ഒരു അഡൽട്ട് ആവറേജ് ഹ്യൂമൻ യൂറിനേറ്റ് ചെയ്ത് കളയുന്നത്. ദ യൂറിൻ ഫോംഡ് എന്താണ്? ലൈറ്റ് യെല്ലോ കളേർഡ് ആണ്, വാട്ടറി ഫ്ലൂയിഡ് ആണ്, വിച്ച് is സ്ലൈറ്റ്ലി അസിഡിക്. അതായത് pH എത്രയാണ്? 6 ആണ്. pH മറക്കരുത്, 6 ആണ്. ഓക്കെ, ആൻഡ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. ഒരു അരോമാറ്റിക് ഓർഡർ എന്നൊക്കെയാണ് പറയാ. ഈ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓൺ ആൻ ആവറേജ് എത്രയാണ്? ഇത് ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, അതായത് പറഞ്ഞതല്ല, യൂറിനും യൂറിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായി. പറയും അല്ലെങ്കിൽ ജസ്റ്റ് ഗസ് ചെയ്യും, യൂറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയായിരിക്കും? പറയും, യൂറിനിൽ എന്തൊക്കെ ഉണ്ടാവും? ഞാൻ ഇവിടെ എഴുതണ്ടേ. പോട്ടെ, യൂറിനിൽ മെജോറിറ്റി എന്തായിരിക്കും? വാട്ടർ. വാട്ടർ ആണ്. യൂറിനിലെ മെജോറിറ്റി എന്തായിരിക്കും? വാട്ടർ ആണ്. അതായത് ഒരു 95% എന്താണെന്ന് പറയാ? വാട്ടർ ആണെന്ന് പറയാം. ഒരു 5% മാത്രമേ എന്തുള്ളൂ? സൊല്യൂട്ട് ഉള്ളൂ. ഈ സൊല്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് നമ്മുടെ നൈട്രജനസ് വേസ്റ്റ് ഏതാണ്? യൂറിയ. യൂറിയ ഉണ്ടാവും. പിന്നെ യൂറിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ വരുന്ന വേസ്റ്റ് ആണ് എന്ത്? യൂറിയ. അതേപോലെ ഇത് ടെക്സ്റ്റിലൊന്നുമില്ല, അഡീഷണൽ ആയിട്ട് ഞാൻ പറയുകയാണ്, ക്രിയാറ്റിനിൻ ഉണ്ടാവും. അതേപോലെ യൂറിക് ആസിഡ് ഉണ്ടാവും. പിന്നെന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. ഏതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും? സോഡിയം ഉണ്ടാവും, പൊട്ടാസ്യം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും. അങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. പിന്നെന്താണ്? ഇതൊക്കെയാണ് യൂഷ്വലി എന്തുണ്ടാവുക? യൂറിൻ ഉണ്ടാവുക. യൂറിയ ഉണ്ടാവും, ക്രിയാറ്റിനിൻ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. ഇതാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് യൂറിൻ എന്ന് പറയണമെങ്കിൽ. ഇപ്പൊ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? അപ്പോ എത്ര യൂറിയാണ് ആവറേജ് ആയിട്ട് നമ്മളെ ബോഡിയിൽ നിന്ന് പോണത്? ഓൺ ആവറേജ് 25 to 30 grams ഓഫ് യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് പെർ ഡേ. അതായത് മൊത്തം യൂറിന്റെ പെർസെന്റേജ്, ഇപ്പൊ ഒരു 100% യൂറിൻ എന്ന് പറഞ്ഞാൽ അതിൽ വെറും 2% എന്ത് പോണുള്ളൂ? യൂറിയ പോണു. നമ്മളെ മെറ്റബോളിക് വേസ്റ്റ് മൊത്തം യൂറിനിൽ 2% പോണുള്ളൂ. ഇപ്പൊ മനസ്സിലായ യൂറിനും യൂറിയയും തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ ജലീല കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് ഓക്കെ ആയാ? ഓക്കെ. അപ്പൊ നമ്മൾ ഓൺ ആൻ ആവറേജ് 25 to 30 grams ഓഫ് യൂറിയ എന്തുണ്ട്? എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ഇത് മറക്കരുത്. ഈ 25 to 30 gram മറക്കരുത്. 1 to 1.5 ലിറ്റർ മറക്കരുത്. ഇത് മറക്കരുത്. അതേപോലെ pH മറക്കരുത്. ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ്? വേരിയസ് കണ്ടീഷൻ ക്യാൻ അഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. അതായത് ഞാൻ പറഞ്ഞു പല കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും? യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക് എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയും. നമ്മള് യൂറിനെ പറയുമ്പോൾ എന്തൊക്കെയാ പറയാന്നറിയാം? യൂറിന്റെ pH പറയും, കളർ പറയും, പിന്നെന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി പറയും,
അതേപോലെ സ്മെല്ല് പറയും, ഓർഡർ പറയും. പിന്നെ എന്തേനു ഒരു ഫാക്ടറും കൂടി ഉണ്ടേനു. പി എച്ച് ഞാൻ പറഞ്ഞില്ല, പി എച്ച് കളറ് പറയും, ഓർഡർ പറയും, സ്പെസിഫിക് ഗ്രാവിറ്റി പറയും. ഒരു ഫാക്ടറും കൂടി ഞാൻ മറന്നുപോയി. ഇങ്ങനെ 5 കാര്യങ്ങൾ വെച്ചാൽ നോർമലി നമ്മൾ യൂറിൻ അനാലിസിസ് നടത്തല്. ഇതില് പി എച്ച് അസിഡിക് ബേസിക് ആണോ എന്ന് നമ്മൾ നോക്കും. അത് നമ്മൾ നോക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഇല്ലേ, ബ്ലൂ ടു റെഡ്, റെഡ് ടു ബ്ലൂ, ആ സംഭവം നോക്കും. പിന്നെ മെയിൻ ആയിട്ട് കളറും അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കളർ അങ്ങനെ വലിയ ഡിഫറൻസ് അല്ല. അതായത് നമ്മൾ കുറേ വെള്ളം കുടിക്കുകയാണെങ്കിൽ യൂഷ്വലി എന്താണ്, ഒരു സ്ലൈറ്റ് യെല്ലോ കളറാണ്. ഒരുപാട് വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ യൂറിൻ എന്ത് ചെയ്യും, കളർലെസ് ആയിട്ട് പോകും. അതേപോലെ നമ്മൾ തീരെ വെള്ളം കുടിക്കാത്ത സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് ഡാർക്ക് യെല്ലോ കളറായിട്ട് പോകും. പിന്നെ അപ്പിയറൻസ്, അതേപോലെ ഓർഡർ, ഇത് രണ്ടും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യൂറിൻ അപ്പിയർ ചെയ്യുന്നത്. ഞാൻ ഈ സെന്റൻസ് എന്താ ഉദ്ദേശിക്കണമെന്ന് പറയാണ്. അതായത് അപ്പോ ചിലപ്പോ ഇപ്പൊ എന്തേലും അസുഖമുള്ള ഒരാൾ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ യൂറിൻ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പല ടൈപ്പ് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ കീറ്റോനൂറിയ കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ പ്രോട്ടീനൂറിയ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യൂറിൻ അനാലിസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ എന്താണ്, എന്താ പറയുക, ഇപ്പൊ പ്രോട്ടീനൂറിയ ഉള്ള ഒരാളുടെ യൂറിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലൗഡി അപ്പിയറൻസ് ആയിരിക്കും. അതായത് ഒരു എന്താ പറയാ, നമ്മളെ പോലെ ഭയങ്കര വാട്ടറി ആവില്ല, അതിങ്ങനെ കുറച്ചൊരു ക്ലൗഡി അപ്പിയറൻസ് ആയിരിക്കും. ക്ലൗഡി അപ്പിയറൻസ് എന്ന് പറഞ്ഞാല് മനസ്സിലായോ? ക്ലൗഡി അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, കുറച്ചും കൂടി ഒരു തിക്നെസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ചൊരു മങ്ങല് പോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഒരു പ്രോട്ടീനൂറിയ ഉള്ള ഒരാളുടെ. അപ്പോൾ പക്ഷെ അത് വെച്ച് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ടെസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത്, യൂറിൻ അനലൈസ് ചെയ്ത് ആ ടെസ്റ്റ് നടത്തിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പക്ഷെ എന്താണ്, ഇതും ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പ്രോട്ടീനൂറിയ ഉള്ള ആളുടെ യൂറിൻ എന്തായിരിക്കും, കുറച്ച് ക്ലൗഡി ആയിരിക്കും. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്. ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉണ്ട്, കീറ്റോ അസിഡോസിസ് ഉണ്ട്. ഡയബറ്റീസിൽ ഒരാൾക്ക് കീറ്റോനൂറിയ വരുമ്പോഴാണ് അത് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയുള്ള ഒരാളുടെ യൂറിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും എന്താ അവരുടെ യൂറിൻ ഉണ്ടാവുക. അപ്പൊ അതാണ് പറഞ്ഞത്, അങ്ങനെ ചില ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പല ക്ലിനിക്കൽ പത്തോളജീസും അല്ലെങ്കിൽ പല ക്ലിനിക്കൽ ഡയഗ്നോസിസും എന്ത് ചെയ്യാൻ പറ്റും, യൂറിന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒന്ന് പോട്ടെ, യൂറിൻ വെച്ചിട്ടാണ് നമ്മൾ UPT എന്ന് പറയും, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളതിനും യൂറിൻ. അങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ യൂസസ് ഉണ്ട് യൂറിന്. അപ്പൊ ഇതാ പറഞ്ഞത്, വേരിയസ് കണ്ടീഷൻസ് ക്യാൻ അഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുക, ഒരു മെറ്റബോളിക് ഡിസോർഡർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പത്തോളജി വരുമ്പോൾ അത് എന്ത് ചെയ്യും, യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഇപ്പൊ ഇത്രയും പറഞ്ഞ ക്യാരക്ടർ, അതായത് ഈ ഓർഡർ, pH, പിന്നെന്താണ് അപ്പിയറൻസ്, കളർ, ഇതിനൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ എഫക്ട് ചെയ്യും. ഇപ്പോൾ ബ്ലഡ് പോവാണ്, യൂറിൻ കൂടി ബ്ലഡ് പോകുമ്പോൾ നമ്മൾ അതിന് ഹെമച്ചൂറിയ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, അത് അതിന്റെ കളറിനെ അഫക്ട് ചെയ്യും. അപ്പൊ എന്താണ്, യെല്ലോ കളർ ആയിരിക്കൂല യൂറിൻ ഉണ്ടാവുക, ഒരു റെഡ് കളറിന് യെല്ലോ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ആൽക്കപ്റ്റോനൂറിയ പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. അങ്ങനെ വോയിസ് മാം ഒന്നും കേൾക്കുന്നു. ഹലോ, കേൾക്കുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. എവിടെ വരെ നിങ്ങൾ കേട്ട്? ഹെമറ്റൂർ. ഹെമറ്റൂറ് വരെ കേട്ടിക്കണല്ലേ? ആ ആ ഞാൻ വെച്ച് ഫുള്ള് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ഹെമച്ചൂറിയ എന്ന് പറഞ്ഞാല് സ്ക്രീന് കാണുന്നില്ലേ? ഉണ്ട്. ഹെമച്ചൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് ഇൻ യൂറിനെയാണ് എന്ത് പറയാ, ഹെമച്ചൂറിയ എന്ന് പറയാ. അപ്പൊ ഹെമച്ചൂറിയ ഉള്ള ഒരാളുടെ യൂറിന് ഒരിക്കലും എന്തായിരിക്കില്ല, ഈ പറഞ്ഞ പോലെ സ്ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കൂല. അത് കുറച്ചും കൂടി എന്തായിരിക്കും, ഒരു റെഡിഷ്, ആ ബ്ലഡിന്റെ ഒരു കളറും കൂടി എന്തായിരിക്കും ആ യൂറിനിൽ ഉണ്ടാവും.
അതേപോലെ ആൽക്കപ്റ്റനൂറിയ പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്, അതുള്ള ആളുടെ യൂറിൻ എന്തായിരിക്കും? ബ്രൗൺ കളർ ആയിരിക്കും. അതാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് വേരിയസ് കണ്ടീഷൻ ക്യാൻ എഫക്ട് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. ഈ പറഞ്ഞ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യും? വേരിയൽ പത്തോളജിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ത് ചെയ്യും? അഫക്ട് ചെയ്താൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും? മാറും. അതാണ് സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? Analysis of urine helps in clinical diagnosis of many metabolic disorders as well as malfunctioning of kidney. അതാണ് ഞാൻ പറഞ്ഞത്. യൂറിൻ അനാലിസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ കിഡ്നി മാൽഫങ്ഷനിങ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതായത് ഭയങ്കരമായിട്ട് ഡയബറ്റിക് ആയ ഒരാള് യൂറിൻ കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പോകും. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഗ്ലൈക്കോസൂറിയ കണ്ട, ഭയങ്കര ഡയബറ്റിക് ആയ ഒരാള് യൂറിൻ കൂടെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പോകും. അപ്പോൾ യൂറിന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഗ്ലൂക്കോസ് കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് അതിൽ ഡയബറ്റിക് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ കിഡ്നി മാൽഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? യൂറിൻ കൂടി പ്രോട്ടീൻസ് ഒരിക്കലും പോവാൻ പാടില്ല. യൂറിൻ കൂടി പ്രോട്ടീന് പോണത് ഒരു എന്താണ്? ഒരു അസുഖമാണ്, ഡിസീസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. നോർമലി എന്താണ്? നോർമലി യൂറിൻ കൂടി ഒരിക്കലും ഗ്ലൂക്കോസ് പോവില്ല, പ്രോട്ടീന് പോവില്ല, കീറ്റോൺ ബോഡീസ് പോവില്ല, ബൈൽ സോൾട്ടും ബൈൽ പിഗ്മെന്റും ബ്ലഡും ഒന്നും എന്ത് ചെയ്യില്ല, നോർമലി യൂറിൻ കൂടി പോവില്ല. അപ്പോൾ പ്രോട്ടീന് യൂറിൻ കൂടി പോകണമെങ്കിൽ നമുക്ക് മനസ്സിലാവുക എന്ത്? കിഡ്നിക്ക് എന്തോ ഒരു മാൽ ഫങ്ഷനിങ് നടന്നിക്കണെന്ന്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്? പല ഡയഗ്നോസിസും ക്ലിനിക്കൽ ഡയഗ്നോസിസും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂറിൻ അനാലിസിസ് നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഗ്ലൈക്കോസൂരിയ കൊടുത്തിക്കണം, പിന്നെ കീറ്റോനൂറിയ കൊടുത്തിക്കണം. ഗ്ലൈക്കോസൂരിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിനെ നമ്മൾ എന്ത് പറയാം? ഗ്ലൈക്കോസൂരിയ എന്ന് പറഞ്ഞത്. അതായത് റീനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? ഇല്ല. അതെ, റീനൽ ത്രഷോൾഡ് പറഞ്ഞാൽ എന്താ വെച്ചാല് ഒരു സബ്സ്റ്റൻസ്, ഇപ്പൊ ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കും, അത് ബ്ലഡിൽ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ കോൺസെൻട്രേഷനേക്കാളും കൂടുതൽ എപ്പോഴാണോ അത് യൂറിനിൽ അപ്പിയർ ചെയ്യുന്നത്, അതിനാണ് റീനൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഒരു സാധനത്തിൽ ബ്ലഡിൽ ഇത്ര കോൺസെൻട്രേഷൻ ഉണ്ടാവും, ആ കോൺസെൻട്രേഷൻ കടന്നിട്ട് അത് എപ്പോഴാണോ യൂറിനിൽ അപ്പിയർ ചെയ്യുന്നത് അതിനെയാണ് റീനൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഗ്ലൈക്കോസൂര്യന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എത്തിയെന്ന് തോന്നുന്നത് എന്ത്? റീനൽ ത്രഷോൾഡ്. അതായത് അത് വരെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ബ്ലഡിലെ അപ്പിയർ ചെയ്യുള്ളൂ. അതിനേക്കാളും കൂടുതൽ പോകുമ്പോഴാണ് ഇത് എവിടെ വരുള്ളൂ? യൂറിനിൽ വരുള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഗ്ലൈക്കോസൂരിയ വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഗ്ലൈക്കോസൂരിയ വരാൻ 2 റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്താന്ന് വെച്ചാല് എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്ലൈക്കോസൂരിയ വരും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഭയങ്കര കൂടുതലാണെങ്കിൽ ഗ്ലൈക്കോസൂരിയ വരും. രണ്ടാമത്തെ നിങ്ങൾ ഗസ് ചെയ്യും, ഗ്ലൂക്കോസ് എവിടെ വെച്ചിട്ടാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്? നമ്മൾ പറഞ്ഞ് ഗ്ലൂക്കോസ് ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കുകയാണ്. ഒരു ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? എന്താ ആരും ഒന്നും മിണ്ടാത്ത? കഴിഞ്ഞ ക്ലാസ്സല്ലേ ഇത്? പറയൂ. എവിടെ? ഫിദ പറഞ്ഞ എവിടെ വെച്ചിട്ട് റീഅബ്സോർപ്ഷൻ നടക്കണത്? ഓർമ്മയില്ല. PCT-ല് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? അല്ല, PCT-ലല്ല, DCT-ല് ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഗ്ലൂക്കോസിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് അല്ലേ? ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നത് ഏതൊക്കെയാന്നാ പറഞ്ഞത്? ഒക്കെ മറന്നു നിങ്ങൾ ഇത്ര പെട്ടെന്ന്? ആരും വായിച്ചിട്ടില്ല? ഇല്ല. വെരി നൈസ്. നമ്മൾ പറഞ്ഞില്ലേ ഡിഫറെന്റ് സെഗ്മെന്റ്സിൽ വെച്ച് ഗ്ലൂക്കോസും അമിനോ ആസിഡും സോഡിയം ഒക്കെ റീഅബ്സോർബ് ചെയ്യും ആക്റ്റീവായിട്ട്. അതേപോലെ നൈട്രജനസ് വേസ്റ്റും വാട്ടർ ഒക്കെ പാസീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നൊക്കെ ഞാൻ ആരോടെ പറഞ്ഞു? അപ്പോ ഇതേപോലെ ട്യൂബ്യൂൾസ് ഡിഫക്റ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യും? ഡിഫക്റ്റീവ് ട്യൂബ്യൂൾസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഗ്ലൈക്കോസൂറിയ എന്നുള്ള കണ്ടീഷൻ വരും. ഓക്കെ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, നിങ്ങൾ അറിയണം നിർബന്ധമൊന്നുമില്ല. പിന്നെ കീറ്റോണൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ്. അതായത്
ഫാറ്റ് മെറ്റബോളിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ കീറ്റോൺ ബോഡീസ്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാണ്. ഫാറ്റ് മെറ്റബോളിസത്തിലാണ് എന്ത് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ചില സമയത്ത് നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നിന്ന് എനർജി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ഫാറ്റ് നിന്ന് എന്ത് ചെയ്യും? എനർജി എടുക്കും. അതായത് ഇപ്പൊ ഡയബറ്റീസിന്റെ ചില കേസിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഒരാൾ സ്റ്റാർവേഷനിലാണ്. ഇപ്പൊ ഒരാള് ഭയങ്കര സ്റ്റാർവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ ബോഡിത്തെ ഗ്ലൂക്കോസ് ഒക്കെ ചെയ്താൽ പിന്നെ നടക്കാൻ പോകുന്നത് വെച്ചാൽ ഫാറ്റ് മെറ്റബോളിസം ആണ് നടക്കുക. അങ്ങനെ ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ കീറ്റോൺ ബോഡീസ്. അത് ശരിക്കും മൂന്നെണ്ണം ഉണ്ട്. നിങ്ങൾ അറിയണ്ട. അസറ്റോ അസറ്റിക് ഉണ്ട്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഉണ്ട്, അസറ്റോൺ ഉണ്ട്. അങ്ങനെ 3 കീറ്റോൺ ബോഡീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് യൂറിനിൽ കാണുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? കീറ്റോണൂറിയ എന്ന് വിളിക്കുക. ഓക്കെ, ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ ഇസ് കോൾഡ് എന്താണ്? കീറ്റോണൂറിയ. ഇതുവരെ ഓക്കെ ആണോ? ഗ്ലൈക്കോസൂറിയ എന്താണ്, കീറ്റോണൂറിയ എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പുറത്തൊന്നും അറിയണ്ട. യൂറിനില് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉള്ളതാണ് എന്ത്? ഗ്ലൈക്കോസൂറിയ. കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ഉള്ളതാണ് എന്ത്? കീറ്റോണൂറിയ. ദിസ് ഈസ് എൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസില് യൂറിനില് ഗ്ലൂക്കോസും കീറ്റോൺ ബോഡീസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നാണ് ശരിക്കും പറയാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ്, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഡയബറ്റിസ് മെലിറ്റസ് ആണെങ്കിൽ എന്ത് കാണാൻ പറ്റും? യൂറിനില് ഗ്ലൂക്കോസും കാണാൻ പറ്റും, കീറ്റോൺ ബോഡീസും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ആ എന്തേലും ഡൗട്ട് ഉണ്ടോ? മിസ്സാ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് ഇല്ലേ, ആ, അത് PCT അല്ലേ? പ്രോക്സിമൽ കൺവീനേറ്റഡ് ട്യൂബ്യൂള്. ആ, ഞാൻ എന്താ പറഞ്ഞേ? ഡിഫക്റ്റീവ് ട്യൂബ്യൂള്, PCT. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് ബേസിക് ആണ്, അറിഞ്ഞിരുന്നാ മതി. ഇതൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, യൂറിനിൽ കാണൂല. യൂറിനിൽ കാണാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. ഒരിക്കലും എന്ത് ചെയ്യൂല, ഗ്ലൂക്കോസ് യൂറിനിൽ കാണൂല. അതേപോലെ പ്രോട്ടീന് കാണൂല. ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ്, കീറ്റോൺ ബോഡീസ് എന്ത് ചെയ്യൂല, കാണൂല. പിന്നെ ബൈൽ സോൾട്ടോ ബൈൽ പിഗ്മെന്റോ കാണൂല. അതേപോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് അല്ലെങ്കിൽ RBC WBC ഇതൊന്നും എന്ത് ചെയ്യൂല, യൂറിനിൽ കാണൂല. ഇവരൊന്നും എന്തല്ല, യൂഷ്വലി നോട്ട് ഒബ്സേർവ്ഡ്. അപ്പൊ ഇവരേതെങ്കിലും ഒന്ന് യൂറിനിൽ കണ്ട അതിന്റെ അർത്ഥം എന്താണ്? ഇവരിൽ ഏതെങ്കിലും ഒന്ന് യൂറിനിൽ കണ്ട അതിന്റെ മീനിങ് എന്താ? അതെന്തേലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ പെത്തോളജി ആണെന്നാണ് അതിന്റെ മീനിങ്. ഇതുവരെ ഓക്കെ ആണോ? ആ നമുക്ക് അടുത്ത നോക്കാം. ഇതും കൂടി നോക്കണേ. ഇത് മറ്റേ എന്താണ്, മിക്ചുറീഷന്റെ ആ ഗ്രാഫ്. അതായത് ഫില്ലിംഗ് ഫേസ് വന്ന് ഫില്ല് ചെയ്യും, ബ്ലാഡർ ഫില്ല് ചെയ്യും, ഡെട്രൂസർ മസിൽ റിലാക്സ് ആവും ആ സമയത്ത്. പിന്നെ സ്റ്റോറേജ് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് എന്തുണ്ടാവും? സ്റ്റോറേജ് ഉണ്ടാവും. ബ്ലാഡർ എക്സ്പാൻഡ് ചെയ്യും. എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്ട്രെച്ച് റിസപ്റ്റ് ഇത് പോവും. വോയിഡിങ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. ബ്രെയിൻ അതിനെ പ്രോസസ് ചെയ്യും. എന്താണ് തിരിച്ചിങ്ങോട്ട് മോട്ടോർ ഇമ്പൾസ് വരും. ഡെട്രൂസൽ മസിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഇന്റേണൽ സ്ഫിങ്ക്ടർ റിലാക്സ് ചെയ്യും. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറും റിലാക്സ് ചെയ്യും. യൂറിൻ എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും. ഏതാണ് ഇൻവോളണ്ടറി, ഏതാണ് വോളണ്ടറി? ഇന്റേണൽ ഇൻവോളണ്ടറിയും എക്സ്റ്റേണൽ വോളണ്ടറി. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തെന്ന് വെച്ചാല് റോൾസ് ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. അതായത് കിഡ്നി കൂടാതെ വേറെ ചില ഓർഗൻസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ലങ്സ്, അതേപോലെ സ്കിന്ന്, ലിവർ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആക്ച്വലി മറ്റിതിൽ അവര് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നമ്മള് എന്താണ് സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ആരാണ്?
ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. അതാണ് ലാർജ് ഇൻഡസ്റ്റൈൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ ആരൊക്കെയുണ്ട്? ലങ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട്, ലിവർ ഉണ്ട്. മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ ആരാണ്? കിഡ്നിയാണ്. അപ്പോ പറയും ലങ്സ് എങ്ങനെയിരിക്കും ഇതിൽ ഇൻവോൾവ് ചെയ്യുക? ലങ്സിന് എന്തായിരിക്കും എക്സ്ക്രീഷനിൽ ഇൻവോൾവ്മെന്റ്? CO2 ഒക്കെ. CO2ന്റെ റിമൂവൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് എന്താ വെച്ചാല് അപ്രോക്സിമേറ്റ്ലി 200 ml/minute വെച്ചിട്ടാണ് എന്ത് ലങ്സ് CO2നെ റിമൂവ് ചെയ്യണത്. അതേപോലെ വാട്ടർ എന്ന് പറയുന്നത്, ഈ വാട്ടർ എന്താണെന്നറിയോ? നമ്മൾ എക്സ്പെൽ ചെയ്യണ, നമ്മൾ തിരിച്ച് എക്സ്പെൽ ചെയ്യണ എന്താണ് എയറിൽ എന്തുണ്ട്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടറും പ്രസന്റ് ആവുന്നുണ്ട്. അതാണ് ഈ വാട്ടർ കൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കണം. അതായത് ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ലേ, നമ്മള് മിററിലൊക്കെ പോയിട്ട് എക്സ്പെൽ ചെയ്യുമ്പോ ഒരു ക്ലൗഡിനെസ് വരില്ലേ? മനസ്സിലായ? അതാണ് ആ വാട്ടർ കൊണ്ട് എന്ത് ചെയ്യണത് സിഗ്നിഫൈ ചെയ്യണത്. പിന്നെ അടുത്തത് ഏതിനെ പറ്റിയിട്ടാ പറയണത്? ലിവറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് ലങ്സിന്റെ എക്സ്ക്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? CO2, പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് എന്താണ്? ഒരു വാട്ടർ ഉണ്ട്. അടുത്തത് ലിവർ ആണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി? ലിവർ ആണ് കേട്ടോ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഇസ് ലിവർ. ലിവറിന്റെ കേട്ടില്ല. ഹൈപ്പോതലാമസ്. ലാർജസ്റ്റ് ഗ്ലാൻഡോ? അല്ല, ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. ലിവർ നിങ്ങൾ കണ്ടുകണോ? ഭയങ്കര വലുതാ, പറഞ്ഞ ഭയങ്കര വലുതാ. ലിവറിന്റെ പിക്ചർ എന്റെ കയ്യിൽ നിങ്ങള് ഇല്ല, എന്റെ കയ്യിൽ ലിവറിന്റെ പിക്ചർ ഇല്ല, ഇപ്പൊ പ്രസന്റ്ലി ഇല്ല. ഭയങ്കര വലുതാണ്. കാരണം ഇപ്പൊ എന്താണ് ശരിക്കും ഭയങ്കര വലുതാണ് ലിവർ. എത്ര വലുതെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. എന്തിനു വെച്ചിട്ട് റിലേറ്റ് ചെയ്യും? ഇപ്പൊ ഹാർട്ടിനൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ ലിവർ ഭയങ്കര വലുതാ. ലങ്സിനെ വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ ലിവർ ഭയങ്കര വലുതാണ്. ഭയങ്കര വലിയ ഓർഗനാ കാണുമ്പോ. അതായത് ഇപ്പോ പറഞ്ഞുതരാം. ഇന്ത്യയിലെ പിക്ചർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലല്ലോ? ചാൻസ് ഇല്ല. ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഞങ്ങള് ഡിസെക്ഷൻ സ്പെസിമെനെ കാണും. അതായത് എത്രയോ മുന്നേ മരിച്ച ഒരാളെ എന്ത് ചെയ്യും, ഈ ഫോർമാനിലൊക്കെ ഇട്ട് വെച്ചാൽ അതാണ് നമ്മൾ ഡിസെക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഞാൻ തേർഡ് ഇയറിലാണ് പഠിക്കണം. ഇപ്പൊ എനിക്ക് പോസ്റ്റ്മോർട്ടം കാണണം. ഡിസെക്ഷൻ സ്പെസിമെനും പോസ്റ്റ്മോർട്ടം സ്പെസിമെനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ കിഡ്നി റെഡിഷ് ബ്രൗൺ അല്ല എന്ന് പറഞ്ഞില്ലേ? കിഡ്നി റെഡിഷ് ബ്രൗൺ ആണ്. കാരണം ഞാൻ പറഞ്ഞത് ഇത് വെച്ചിട്ടാ, ഡിസെക്ഷൻ സ്പെസിമെൻ വെച്ചിട്ട്. ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്പെസിമെനിൽ ഒരു ബ്രൗണിഷ് കളർ അല്ലേ കിഡ്നി. ശരിക്കും ഇപ്പൊ മരിച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരാള് ഒരു പോസ്റ്റ്മോർട്ടം സ്പെസിമെനിൽ നമ്മൾ കാണുമ്പോൾ ശരിക്കും കിഡ്നി എന്താണ്? റെഡിഷ് ബ്രൗൺ കളർ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ എന്തായാലും അതന്നെ. ഇപ്പോ നമ്മള് പോസ്റ്റ്മോർട്ടം കാണണം. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്ര വലുതാണ്. മറ്റേത് അത് കുറെ കാലം അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എന്തോന്ന് അറിയില്ല, ശരിക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലിവർ കാണുമ്പോൾ അത് ഭയങ്കര വലുതാ. ഇതിൽ പിക്ചർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അത് പോട്ടെ. അപ്പൊ ലിവർ പറയും. ലിവർ എന്തൊക്കെ സംഭവങ്ങൾ എക്സ്ക്രീറ്റ് ചെയ്യണത്? ബിലിറൂബിൻ, ബിലിവർത്തിൻ, ബിലിറൂബിൻ, ബിലിവേർഡിൻ, പിന്നെ എന്തൊക്കെയാ? കൊളസ്ട്രോള്, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഡീഗ്രേഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ്, ഡ്രഗ്സ് ഒക്കെ ആരാണ്? ലിവർ ആണ് എന്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? വൈറ്റമിൻസ്, ഡ്രഗ്സ് ഒക്കെ ആരാണ്? ലിവർ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇപ്പൊ നമ്മൾ ഓറലി ഒരു ഡ്രഗ് എടുക്കണം, ഒരു മരുന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് എവിടെ എത്തും? ലിവറിലെത്തും. ഒരു ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഫസ്റ്റ് അത് എന്തെത്തും? ലിവറിലെത്തും. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചിലവർ പറയില്ല ഒരുപാട് മരുന്ന് കഴിച്ചാൽ അത് ലിവറിനെ ബാധിക്കൂലേ എന്നൊക്കെ ചോദിക്കണത് ഇതുകൊണ്ടാണ്. അതിന്റെ ഇത് നടക്കുന്നത് എവിടെയാണ്? ലിവറിലാണ് നടക്കുന്നത്. ഫസ്റ്റ് ആ ഡ്രഗ് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം ലിവർ കൂടി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഇപ്പോ ഒരാൾ ഒരു 5 പാരസെറ്റമോൾ ഒരുമിച്ചെടുത്താല് അപ്പൊ അവരുടെ ലിവർ അത്ര പെട്ടെന്ന്, അതായത് ഒരു വിത്തിൻ ഒരു 4 hours കൊണ്ട് ലിവർ എന്ത് ചെയ്യും?
ഡെഡ് ആവും, ആൾക്ക് ഡെത്ത് സംഭവിക്കും. അതിന് മുന്നേ നമ്മൾ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്താൽ അല്ലെങ്കിൽ വയറ് ക്ലീൻ ചെയ്താലേ നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷിക്കാൻ പറ്റുള്ളൂ. അത്രയും ഇമ്പാക്ട് ഡ്രഗ് എവിടെ ഉണ്ടാക്കുന്നുണ്ട്, ലിവറിന് ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ എടുത്തതല്ല, ഓവർഡോസ് ഒക്കെ ആയാൽ ലിവറിന് എന്ത് ചെയ്യും, പെട്ടെന്ന് ബാധിക്കും. ഇപ്പോൾ ഡ്രഗ്സിനെ എലിമിനേറ്റ് ചെയ്യണേലൊക്കെ എന്തുണ്ട്, ലിവറിനൊരു ഇതുണ്ട്. പിന്നെ പറയും, പിന്നെ മൂന്നാമത്തെ ഏതാണ്? Sweat gland. മൂന്നാമത്തത് സ്കിന്ന്. സ്കിന്നില് രണ്ട് ഇത് വരുന്നുണ്ട്. അതായത് സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. രണ്ടും ഉള്ളത് നമ്മളെ സ്കിന്നിലാണ്. സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും ഉള്ള എവിടെയാണ്, സ്കിന്നിലാണ്. സ്വെറ്റ് ഗ്ലാൻഡ് എന്തൊക്കെയാ ചെയ്യാ? സ്വെറ്റ് ഗ്ലാൻഡിന്റെ നമുക്കറിയാം പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വെറ്റിങ്, ബോഡി കൂളാക്കാന്ന്. അതിന്റെ കൂടെ എന്തൊക്കെയാ റിലീസ് ചെയ്യുന്നുണ്ട്, NaCl, പിന്നെ നമ്മൾ NCERT എന്താ പറയുന്നത്, സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് ഒക്കെ എന്തുണ്ട്, സ്വെറ്റ് വഴി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മോഡ് ഓഫ് എക്സ്ക്രീഷൻ എന്നുള്ള രീതിക്കാണ് എന്ത് പറയുന്നത്, അതർ റോൾ ഓഫ് അതർ ഓർഗൻസിൽ സ്കിന്നെ ആഡ് ചെയ്യാൻ കാരണം. സ്വെറ്റ് ചെയ്യുമ്പോൾ അത് കൂടി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് NaCl, യൂറിയ, ലാക്റ്റിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ സെബേഷ്യസ് ഗ്ലാൻഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ വരുന്നുണ്ട്, സ്റ്റീറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ്. സ്റ്റീറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ്, ഇതൊക്കെ ഭയങ്കര വലിയ എമൗണ്ടിൽ കേട്ടോ. സ്മോൾ എമൗണ്ടിൽ എന്താണ് ഇതൊക്കെ പുറത്തേക്ക് വരാൻ എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡും ഹെൽപ്പ് ചെയ്യുന്നത്. സെബേഷ്യസ് ഗ്ലാൻഡ് സീബം പറഞ്ഞിട്ടൊരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളെ സ്കിന്നിൽ ഒരു ഓയിലി കണ്ടന്റ്, സ്കിന്നിന്റെ പുറത്തൊരു ഓയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലെയർ, സ്മോൾ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള പോലെയൊക്കെയാണ് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ വരുന്നത്. അപ്പൊ സ്വെറ്റ് ഗ്ലാൻഡ് എന്തൊക്കെയാണ്, NaCl, യൂറിയ, ലാക്റ്റിക് ആസിഡ്. സെബേഷ്യസ് ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ സ്റ്റീറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ്. ഇനി ഏതെങ്കിലും ഉണ്ടാ? പിന്നെ നമ്മളെടുത്ത് NCERT ചോദിക്കുകയാണ്, ഡു യു നോ എ സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രജനസ് വേസ്റ്റ് കുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ ടു. അതായത് നമ്മുടെ സലൈവ വഴി, ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും കേട്ടോ. സ്മോൾ എമൗണ്ട് ഓഫ് എന്ത് പോകുന്നുണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രജനസ് വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? റോൾസ് ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്, കിഡ്നിയാണ്. അതുകൂടാതെ ഏതൊക്കെ ഓർഗൻ ആണോ, അതായത് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെന്നല്ല, ഏതൊക്കെ ഓർഗൻ വഴി എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്ട്സ് പുറത്തേക്ക് വരുന്നുണ്ടോ, അപ്പൊ അതെന്തായിരിക്കും, ഒബ്വിയസ്ലി അതൊരു എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യില്ല. അങ്ങനെ ഏതൊക്കെ ഓർഗൻസ് ആണ് എന്ത് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്, ലങ്സ്. ലങ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, CO2. അതായത് ഈ 200 ml/min എന്നുള്ള വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടാണ്. CO2 വാട്ടർ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. CO2 എന്ന് പറയുമ്പോൾ 200 ml/min CO2 എലിമിനേറ്റ് ചെയ്യാൻ ലങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ലിവർ. ലിവറിലേക്ക് വരുമ്പോൾ ബില്ലിറൂബിൻ, ബിലിവേർഡിൻ പോലെയുള്ള സംഭവങ്ങള്, കൊളസ്ട്രോള്, വൈറ്റമിൻസ്, ഡ്രഗ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ രണ്ട് കോമ്പണൻസ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ, സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ് പറയുമ്പോൾ NaCl, അതായത് പ്രൈമറി ഫങ്ഷൻ എന്താണ് സ്വെറ്റിന്റെ, നമ്മളെ ബോഡി കൂളാക്കുക. പക്ഷെ അത് ചെയ്യുന്നതോടുകൂടി ഈ സ്വെറ്റ് കൂടി എന്തൊക്കെ വരുന്നുണ്ട്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് NaCl വരുന്നുണ്ട്, യൂറിയ വരുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വെറ്റിൽ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ് പറയുകയാണെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതാണ്, ഞാൻ ഇവിടെ എഴുതി തരാം. സ്വെറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതായിരിക്കും, സ്വെറ്റ് ആയിരിക്കും. സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സീബം പറഞ്ഞിട്ടൊരു സംഭവമാണ്, സെബം എന്നൊക്കെ പറയും. അതിൽ കൂടെ എന്തൊക്കെ വരുന്നുണ്ട്, സ്റ്റീറോൾസ്, വെരി സ്മോൾ എമൗണ്ട് ആണ്, സ്റ്റീറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ് ഒക്കെ. പിന്നെ സലൈവ കൂടി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രജനസ് വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതുവരെ ഓക്കെ ആണോ? അടുത്തത് നിങ്ങളെ NCERT എന്താ പറഞ്ഞാണ് നോക്കാം. തന്നെ other than kidney, lungs, liver and skin also help in the elimination of excretory waste. Our lung remove large amount of CO2. എത്രയാണ്, 200 ml/min. ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ്, 200 ml/min. And also significant quantity of water every day. പിന്നെ
അടുത്തത് ഏതാണ്? ലിവർ. ലിവർ ആണ് എന്ത്? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. സെക്രീറ്റ് ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ്, ഡ്രഗ്സ്, ഇതൊക്കെ ആരാണ് എക്സ്ക്രീറ്റ് ചെയ്യണത്? ലിവർ ആണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് അൾട്ടിമേറ്റ്ലി പാസ് ഔട്ട് അലോങ് വിത്ത് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ലിവർ ഇത് എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ കൂടി ഇത് ഒക്കെ മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്താണ്? നമ്മളെ സോളിഡ് വേസ്റ്റ്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കണ്ടല്ലോ ലാസ്റ്റ് പ്രോസസ്, സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഈ മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അതിന്റെ കൂടെ റിമൂവ് ആയി പോകും. പിന്നെന്താണ്? സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സ്കിന്നാണ് അടുത്തത് എന്ത്? എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് എവിടെ? സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്വെറ്റ് ഗ്ലാൻഡ് ഇസ് വാട്ടറി ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻസ് എന്തൊക്കെയുണ്ട്? NaCl ഉണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ though the primary function of sweat is to facilitate a cooling effect on the body surface, it also help in the removal of some of the waste mentioned above. Primary function എന്താണ്? നമ്മളെ ബോഡി കൂളാക്കാം. സ്വെറ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മളെ ബോഡി കൂളാക്കുക എന്നുള്ളതാണ് സ്വെറ്റ് ഗ്ലാൻഡിന്റെ എന്ത്? പ്രൈമറി ഫംഗ്ഷൻ. എന്നിരുന്നാൽ കൂടി ഈ സ്വെറ്റിൽ കൂടെ ഈ സ്മോൾ എമൗണ്ട് ഓഫ് NaCl-ഉം യൂറിയം, ലാക്റ്റിക് ആസിഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതും ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്ന് എന്ത് പറയാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്തത് സെബേഷ്യസ് ഗ്ലാൻഡ് എലിമിനേറ്റ് certain സബ്സ്റ്റൻസ് ലൈക്ക് സ്റ്റീറോൾസ്, ഹൈഡ്രോ കാർബൺസ്, വാക്സസ് ത്രൂ ദ സീബം. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? സെബം വഴി സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റീറോൾസും ഹൈഡ്രോ കാർബൺസും വാക്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് സെക്രീഷൻ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് ഫോർ ദ സ്കിൻ. അതാ ഞാൻ പറഞ്ഞ സെബം എന്ന് പറയുമ്പോൾ ഒരു ഓയിലി പ്രൊട്ടക്ഷൻ ആണ് എന്ത് കൊടുക്കുന്നത്? സ്കിന്നിന് കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് എ സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രജനസ് വേസ്റ്റ് കുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ ടു. സലൈവ വഴിയും ഒരു സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രജനസ് വേസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണോ? ആ അതിന് മുന്നേ ഇവിടെ പറയും ലിവർ വഴി എന്തൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യണേ? എറോബിൻ, ബിലിവർത്തിൻ, ബിലിറൂബിൻ, ബിലിവേർഡിൻ, പിന്നെ പറയ് ഞാൻ പറഞ്ഞു വൈറ്റമിൻസ്, ഡ്രഗ്സ്, പിന്നെ കൊളസ്ട്രോള്, പിന്നെ ഒന്നും കൂടി പറഞ്ഞല്ലോ, ഏതാണ്? ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺ. ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺസ്. കിഡ്നി വഴി യൂറിൻ. സ്കിന്നിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്വെറ്റ് ഗ്ലാൻഡും സ്പേഷ്യസ് ഗ്ലാൻഡും. സ്വെറ്റ് കൂടെയും പോവും, സീബം വഴിയും പോവും. സ്വെറ്റ് കൂടെ ആണെങ്കിൽ എന്തൊക്കെ പോവും? NaCl പോവും, യൂറിയ പോവും, പിന്നെ ലാക്റ്റിക് ആസിഡ് പോവും. സ്മോൾ എമൗണ്ട് ഔട്ട്. അതൊക്കെ സീബം വഴിയാണെങ്കിൽ ഏതൊക്കെ പോവും? സ്റ്റീറോൾസ് പോവും, ഹൈഡ്രോ കാർബൺ പോവും, പിന്നെ വാക്സസ്. പിന്നെ ലങ്സ് കൂടി ആകെ രണ്ടെണ്ണമുള്ള ഏതൊക്കെയാ? CO2 പോവും, വാട്ടർ പോവും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ലാസ്റ്റ് പാർട്ടാണ് ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആകെ 4 ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ ഡിസോർഡേഴ്സ് ഉണ്ട്. ഏതിന്? കിഡ്നിക്കുള്ള പെത്തോളജി പഠിക്കാൻ നിന്ന അത്ര അധികം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് 4 കാര്യങ്ങളെ പറ്റി പറയുന്നുള്ളൂ. നിങ്ങൾ ഈ 4 പഠിച്ചാൽ മതി. അതായത് ഞാൻ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഈ 4 ഹീമോഡയാലിസിസ് അങ്ങനെ ഇങ്ങനെ ഇത് ഒരുപാടുണ്ടെന്ന് തോന്നിയെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് എനിക്ക് നിങ്ങൾ NCERT വായിക്കുമ്പോൾ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, എന്ത് സിമ്പിൾ ആണ് തോന്നുന്നത്. കാരണം അത്ര അധികം ക്ലിനിക്കൽ പത്തോളജി എന്തായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നല്ലോണം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യം അത് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിട്ടില്ലെങ്കിൽ കിഡ്നിനെ പല ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? എഫക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ നിങ്ങളെ NCERT പറഞ്ഞിട്ടുള്ളത് 4 പറ്റിയിട്ടാ. ഏതൊക്കെയാ?
ഒന്ന് ഹീമോഡയാലിസിസ്, അതായത് യൂറീമിയ എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴാണ് എന്ത് ഹീമോഡയാലിസിസ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ. പിന്നെ പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പറയുന്നുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ റീനൽ കാൽക്കുലിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്. ഈ 4 ഡിസോർഡേഴ്സ് ആണ് NCERT-യിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ യൂറീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എന്താണ് യൂറീമിയ? പറയ്. Accumulation of urea in blood. കേട്ടില്ല. Accumulation of urea in blood. അക്കോമഡേഷൻ ഓഫ് യൂറിയ ആൻഡ് ബ്ലഡ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ശരിക്കും ടോക്സിക് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് അത് ഏതും ആവാം. അതായത് അത് എന്താവാം? യൂറിയ ആവാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രിയാറ്റിനിൻ ആവാം, യൂറിക് ആസിഡ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു എന്താണ് ടോക്സിക് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ അക്യുമുലേഷൻ ഇൻ ബ്ലഡിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്യുമുലേഷൻ ഇൻ ബ്ലഡിനെയാണ് എന്ത് വിളിക്കുന്നത്? പറയ്, എന്താണ്? യൂറീമിയ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ എന്താണ്? കിഡ്നി ഫെയിലിയർ ഉണ്ടാവുമ്പോഴാണ് എന്ത് ഇതേപോലെ കിഡ്നിയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ ഒക്കെ എന്ത് ചെയ്യും, അമൗണ്ട് ബ്ലഡിൽ കൂടും. ഓക്കെ, NCERT പറയുന്നത് എന്താണ്? അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ശരിക്കും ടോക്സിക് മെറ്റബോളിക് വേസ്റ്റിൽ ഏതും ആവും, യൂറിയ, ക്രിയാറ്റിനോ, യൂറിക് ആസിഡോ, ഏത് സംഭവവും ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂറീമിയ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്? കിഡ്നിന്റെ ഫെയിലിയർ കാരണമാണ് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് റീനൽ കാൽക്കുലേ. റീനൽ കാൽക്കുലേ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സ്റ്റോണ് കേട്ടിട്ടില്ലേ? കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലോയിഡ് സോൾട്ട്. അതായത് എന്താണ്? ഇപ്പൊ ഓക്സലേറ്റ് പോലെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും? കിഡ്നിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അവരെന്താവും? സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യും. സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര വലുതൊന്നുമല്ല കേട്ടോ, ചെറുതായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ പിക്ചറിൽ നോക്ക്, ഇവര് എല്ലാവരും ഇത് കാണിക്കണേ കണ്ട, ഇത്രയും ചെറുതായിരിക്കും. ഇതെന്താണ്ടാന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കും. ചിലപ്പോൾ ഇത് എന്ത് ചെയ്യും? ഒബ്സ്ട്രക്ട് ചെയ്യും. അതായത് യൂറീറ്റേഴ്സിനൊക്കെ ഒബ്സ്ട്രക്ട് ചെയ്യും. ചിലപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ യൂറിൻ വന്നിട്ട് ഇതിന്റെ കൂടെ സ്റ്റോൺ വരുമ്പോൾ അവിടെ തട്ടി ഒരഞ്ഞിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. ഭയങ്കര പെയിൻ ആണ്. എന്ത് കിഡ്നി സ്റ്റോൺ വന്നാല് ഭയങ്കര പെയിൻ ആണ്. അപ്പൊ റീനൽ കാൽക്കുലേ പറഞ്ഞാൽ എന്താണ്? സ്റ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിസ്റ്റലോയിഡ് സോൾട്ടോ എന്ത് ചെയ്യും? കിഡ്നിയിലുള്ള ഫോർമേഷൻ, അതിനാണ് എന്ത് വിളിക്കുക? റീനൽ കാൽക്കുലേ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഏതാണ്? ഗ്ലോമെറൂലോ നെഫ്രൈറ്റിസ്. അറിയോ ഗ്ലോമെറൂലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോമറുലസിന്റെ ഇൻഫ്ലമേഷൻ. സിമ്പിൾ ആയിട്ട് എപ്പോഴും ആലോചിക്കുക. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം. ഇൻഫ്ലമേഷൻ. എന്തിന്റെ കൂടെ ഐറ്റിസ് എന്ന് പറഞ്ഞാലും ഇൻഫ്ലമേഷൻ. അങ്ങക്ക് വേറെ എന്തൊക്കെയാ ഐറ്റിസ് അറിയാം? എന്തൊരു സംഭവത്തിന്റെ കൂടെ ഐറ്റിസ് എന്ന് പറഞ്ഞാലും ഇൻഫ്ലമേഷൻ ആണ്. പാരോട്ടിഡൈറ്റിസ്, പാരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ. ഗ്ലോമറൂലോ നെഫ്രൈറ്റിസ്, ഇതിന്റെ എന്താണ്? ഗ്ലോമറൂലന്റെ ഇൻഫ്ലമേഷൻ. പിന്നെ കേട്ടില്ല, എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയോ, ഞാൻ കേട്ടില്ല. ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻസിന്റെ ഇൻഫ്ലമേഷൻ ആണ് എന്ത് വിളിക്കുക? ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലമേഷൻ ആണ്. ഇവിടെ ഐറ്റിസ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കിക്കോളാം, അത് ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ ഇവിടെ ഗ്ലോമറൂലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറൂലൈ.
ഈ ഗ്ലോമറൂല നെഫ്രൈറ്റിസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് എന്ത് വരാം, ഗ്ലോമറൂലോ നെഫ്രൈറ്റിസ് വരാം. അതായത് എന്താണ് മറ്റേ ചിലപ്പോ ഇൻഫെക്ഷൻ കൊണ്ടാവാം. അതായത് സ്ട്രെപ്റ്റോകോക്കസ് എന്നൊക്കെ കേട്ടിക്കണ ബാക്ടീരിയ. ആ ഈ സ്ട്രെപ്റ്റോകോക്കസ് ചിലപ്പോ ഗ്ലോമറൂല നെഫ്രൈറ്റിസ് ഉണ്ടാവാം. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെന്ത് ചെയ്യും, ഗ്ലോമറൂല നെഫ്രൈറ്റിസ് ഉണ്ടാക്കും. യൂഷ്വലി പീഡിയാട്രിക്. പറയും. ഈ ആസ്മയും ഒരു ഇൻഫ്ലമേഷൻ ഇതല്ലേ? ആസ്മ ഇൻഫ്ലമേഷൻ ആണോ? ഐറ്റിസ് ഇല്ലല്ലോ. ആസ്മ ഒരു ഇൻഫ്ലമേഷൻ അല്ലല്ലോ. ആസ്മ ഉണ്ടാവുന്നത് മറ്റേ ഇതിന്റെ സർഫസ് കുറയണോണ്ടല്ലേ, എനിക്ക് ഓർമ്മയില്ല. ബ്രീത്തിങ് അല്ലേ, അങ്ങനെ അല്ല എന്തോ അല്ലേനു ആസ്മയുടെ മറ്റേ ആൽവിയോലാർ സർഫസിന് അത് എംഫിസിയം അല്ല, ഇൻഫ്ലമേഷൻ ഓഫ് അത് ബ്രോങ്കി ആൻഡ് എംഫിസിയം. ബ്രോങ്കിയോൾസ് ആണ്. ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയാ. ഇൻഫ്ലമേഷൻ ഓഫ് ആസ്മയുടെ വേറെ പേരാണ് ബ്രോങ്കൈറ്റിസ്, എനിക്കറിയില്ല. ബ്രോങ്കൈറ്റിസ് എന്നൊരു വാക്കുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആണെങ്കിൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. അത് രണ്ടും സെയിം ആണോ എന്ന് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആസ്മനാണോ ബ്രോങ്കൈറ്റിസ് എനിക്കറിയില്ല, ആണ് തോന്നണ്. എനിക്ക് ഷുവർ അല്ല. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തിന്റെ ഇൻഫ്ലമേഷൻ നമ്മൾ ഐറ്റിസ് വെച്ച് പറയാൻ പറ്റും? ലൈക്ക് ആകെ ഇങ്ങനെ മറ്റേ മെഡിസിൻ കയറിയിട്ട് നമ്മളിങ്ങനെ അപമാനിക്കും. വാർഡിലൊക്കെ ഇട്ട് നമ്മൾ അപമാനിക്കും, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, HODs ഒക്കെ. അപ്പൊ നമ്മളോട് ആകെ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയുന്നത് എന്തിപ്പോ വാട്ട് ഇസ് പെരോട്ടിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് പറയാൻ അറിയുന്നത് ഇൻഫ്ലമേഷൻ ആയിരിക്കും. അപ്പോ മനസ്സിലാക്കുക, എന്തിനു കൂടെ ഐറ്റിസ് എന്ന് പറഞ്ഞാലും അത് ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ആ സംഭവമാണ്. അപ്പൊ ഇവിടെ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലയാണ് എന്ത്, ഗ്ലോമറുല നെഫ്രൈറ്റിസ്. ഞാൻ പറഞ്ഞത് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇത് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. പറഞ്ഞ മാതിരി ചിലപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കൽ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻ കാരണം ഗ്ലോമറുല നെഫ്രൈറ്റിസ് വരാം. അത് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലാണ്, അതായത് കുട്ടികളിൽ കൂടുതൽ കാണിക്കും. പിന്നെ പല ടൈപ്പ് ഉണ്ട്. റാപ്പിഡ് പ്രോഗ്രസീവ് ഗ്ലോമറുല നെഫ്രൈറ്റിസ്, മെംബ്രെയിനസ് പ്രോഗ്രസീവ് ഗ്ലോമറുല നെഫ്രൈറ്റിസ്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് എന്ത് വരാം, ഗ്ലോമറുല നെഫ്രൈറ്റിസ് വരാം. ഇത്ര മനസ്സിലാക്കുക. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുല ഓഫ് കിഡ്നി ആണ് എന്ത്, ഗ്ലോമറുല നെഫ്രൈറ്റിസ്. ഇപ്പൊ റീനൽ കാൽക്കുലി ഓക്കെ ആയി, ഗ്ലോമറുല നെഫ്രൈറ്റിസ് ഓക്കെ ആയി. ഇനി ഇവിടെ നോക്ക്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ഇപ്പൊ യൂറീമിയ വരികയാണ് ഒരു പേഷ്യന്റിന് യൂറീമിയ വരും. എന്തുകൊണ്ടാണ്? കിഡ്നി ഫെയിലിയർ കൊണ്ടാണ് എന്ത് വരുന്നത്, യൂറീമിയ വരുന്നത്. അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയാലിസിസും വർക്ക് ആവണില്ല എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഓക്കെ, യുറീമിയ വരുമ്പോൾ ഫസ്റ്റ് ഹീമോഡയാലിസിസ് ആൾസോ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നൊക്കെ പറയും. ഇവിടെ നോക്കേ, ഹീമോഡയാലിസിസ് എന്താണെന്ന് വെച്ചാല് ഒരാൾക്ക് എന്താണ് ഇതേപോലെ യുറീമിയ വന്ന്, അവരെ കിഡ്നി ഫെയിൽ ആയിട്ട് യുറീമിയ വന്ന്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അയാളുടെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആർട്ടറി, എന്ത് ചെയ്യും, ബ്ലഡ് കളക്ട് ചെയ്യും. ബ്ലഡ് എന്ത് ചെയ്യും, ഒരു ട്യൂബ് വഴി എന്ത് ചെയ്യും, പുറത്ത് കൊടുക്കും. ഈ ട്യൂബ് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടോ, ഇതാണ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ പോയി ഇവിടെ കണ്ട, ഇവിടെ എത്തിയത് കണ്ട, ഈ ബോക്സ് ശ്രദ്ധിക്കണേ. ഇവിടെ കണ്ട ഒരു ട്യൂബിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോണത്. അപ്പൊ ഈ ട്യൂബിന്റെ പുറത്ത് ഞാൻ ഇവിടെ വരച്ചുതരാം. ഇങ്ങനെ ഇങ്ങോട്ടെത്തും, ബ്ലഡ് ഇങ്ങോട്ടെത്തും. ഇതെന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ഇരിക്കും, സെല്ലോഫെയിൻ ട്യൂബ് എന്നാ പറയാം. ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ പുറത്ത് എന്തുണ്ടാവും, ഈ ട്യൂബിൽ കൂടിയാണ് ബ്ലഡ് പോണത്. ഇത് ശരിക്കും ട്യൂബാട്ടോ. ഞാനിങ്ങനെ കണ്ട, ഇതിങ്ങനെ ട്യൂബാണ്. ഇത് കൂടി ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്. ഈ ട്യൂബിന്റെ പുറത്ത് എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും, ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും, ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ബ്ലഡിന്റെ സെയിം എന്തായിരിക്കും കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പസിഷൻ ആയിരിക്കും. ബ്ലഡിന്റെ സെയിം കോമ്പസിഷൻ ആയിരിക്കും. എക്സെപ്റ്റ് ഇപ്പൊ വിചാരിക്കും, അതായത് കിഡ്നി ഫെയിലിയർ ആയ ഒരാൾക്കാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യണം. അപ്പൊ ഇത് കൂടി ഇവിടെ എത്തുന്ന ബ്ലഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും, ആ ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടാവും,
നൈട്രജനസ് വേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യണത്, ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡിൽ എന്തായിരിക്കും, നൈട്രജനസ് വേസ്റ്റ് ഉണ്ടാവും. ഈ ഡയാലിസിസ് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സെയിം കോമ്പോസിഷൻ ഓഫ് ദാറ്റ് ഓഫ് ബ്ലഡ് ആയിരിക്കും. എക്സെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ഡയാലിസിസ് ഫ്ലൂയിഡിൽ എന്തായിരിക്കും, നൈട്രജനസ് വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോ ഈ ട്യൂബ്, ഈ സെല്ലോഫെയിൻ ട്യൂബിൽ പോറസ് ആണ്, അതായത് ഇത് കുഞ്ഞു കുഞ്ഞു പോറുണ്ട്. ഈ പോറ് വഴി എന്താ ഉണ്ടാവുക വെച്ചാൽ നൈട്രജനസ് വേസ്റ്റ് എന്തായിരിക്കും, മറ്റേ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതായത് ഈ ബ്ലഡ്, ഈ ട്യൂബ് കൂടി പോണ ബ്ലഡിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജനസ് വേസ്റ്റ് ഉണ്ട്. അതെന്തായിരിക്കും, തീരെ ഇതില്ലാത്ത എന്നാൽ സെയിം ബ്ലഡിന്റെ കോമ്പസിഷൻ ഉള്ള ഡയാലിസിസ് യൂണിറ്റിലേക്ക് എന്തായിരിക്കും പോവും, അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഇവിടെ എത്തുന്ന, ഇപ്പൊ ഇവിടെ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ ശ്രദ്ധിക്കണം, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ എത്തുന്ന ബ്ലഡിൽ ഇപ്പോ നൈട്രജനസ് വേസ്റ്റ് ഉണ്ട്. ഈ ഫ്ലൂയിഡിൽ, ഈ യെല്ലോ കളർ ഫ്ലൂയിഡ് ആണ് എന്ത്, ഇതാണ് എന്ത്, ഡയാലിസിങ് ഫ്ലൂയിഡ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സെയിം കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ്, പ്ലസ് നൈട്രജനസ് വേസ്റ്റ് ഉണ്ട്. എന്താണ്, സെയിം കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ്, പ്ലസ് അതിൽ എന്തുണ്ട്, അല്ല നൈട്രജനസ് വേസ്റ്റ് ഇല്ല കേട്ടോ, സോറി, സെയിം കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ്. ഇവിടെ എത്തുന്ന ബ്ലഡില്, ഇവിടെയുള്ള ബ്ലഡിന്റെ ഇവിടെയുള്ള ബ്ലഡിന്റെ ഇതെന്താണ്, ഇതിൽ എന്തുണ്ട്, പ്ലസ് നൈട്രജനസ് വേസ്റ്റ് ഉണ്ട്. അതായത് ഏതോ ഒരു ആർട്ടറിയിൽ നിന്നാണ് എന്തെടുക്കണത്, ഈ ബ്ലഡ് എടുക്കണത്. ആ ബ്ലഡ് ഇവിടെ എത്തുമ്പോൾ അതിൽ എന്തുണ്ട്, നൈട്രജനസ് വേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് ഈ ട്യൂബിൽ കൂടി പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പോറസ് സെല്ലോഫെയിൻ ട്യൂബാണ്. എന്താണ്, പോറസ് സെല്ലോഫെയിൻ ട്യൂബാണ്. പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ, ഹോൾസ്. സെല്ലോഫെയിൻ പറഞ്ഞാൽ ആ മെറ്റീരിയലിന് പറയണ തോന്നുന്നു കേട്ടോ. സെല്ലോഫെയിൻ ട്യൂബാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ബ്ലഡിൽ ഇപ്പൊ എന്താ ഉള്ളത്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജനസ് വേസ്റ്റ് ഉണ്ട്. ഇത് എന്ത് ചെയ്യും, ഡയാലിസിസിങ് ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ഇപ്പൊ ബ്ലഡ് എന്തായി, ഇവിടെ എത്തുന്ന ബ്ലഡ് എന്തായി, ക്ലിയർ ആയി. മനസ്സിലായോ? ആ മനസ്സിലായോ? ഇത് ഇത് എടുക്കുന്നത് ഒരു ആർട്ടറിന്നാണ്, തിരിച്ചു കയറ്റുന്നത് ഒരു വെയിനിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ എത്തി ബ്ലഡ് എടുത്ത്, ഒരു കൺവീനിയന്റ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആലോചിക്കണം, നമ്മളിപ്പോ ഒരു ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതൊരു ട്യൂബ് കൂടി പാസ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലഡ് എന്ത് ചെയ്യും, പുറത്ത് നിർത്തിയാല് കുറച്ചു നേരം ക്ലോട്ടാവും. ക്ലോട്ട് ആവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ആന്റി കോയാഗുലന്റ്. കൊയാഗുലന്റ് ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യണ ആന്റി കൊയാഗുലന്റ് ഏതാണ്, ഹെപ്പാരിൻ ഹെപ്പാരിൻ. ആണ്. ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ സെല്ലോഫെയിൻ ട്യൂബിൽ കൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും, സെല്ലോഫെയിൻ ട്യൂബിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നൈട്രജനസ് വേസ്റ്റ് എന്ത് ചെയ്യും, ഡിഫ്യൂസ് എങ്ങോട്ട്, ഇൻടു ഡയാലിസിങ് ഫ്ലൂയിഡ്. നൈട്രജനസ് വേസ്റ്റ് എന്ത് ചെയ്യും, ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് ഇതാക്കും. ഇപ്പൊ ബ്ലഡ് എന്താണ്, ക്ലിയർ ആയി അല്ലേ? പക്ഷെ ബ്ലഡ് തിരിച്ച് നമ്മൾ വെയിനിലേക്ക് തിരിച്ച് കയറ്റുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം, ആന്റികോയാഗുലന്റ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യും. അപ്പൊ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഹെപ്പാരിൻ ആണ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ആഡ് ചെയ്യും, ആന്റി ഹെപ്പാരിൻ. ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്യും. കാരണം ഉള്ളിലെത്തുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം ഇല്ലേ, ക്ലോട്ട് ചെയ്യണം എന്നല്ല, എന്താണ്, ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് പറയും, ഹെപ്പാരിൻ അല്ലാതെ വേറെ ഏതെങ്കിലും കൊടുക്കാൻ പറ്റൂല? ഹെപ്പാരിൻ അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയൂല. അതായത് എനിക്ക് തോന്നണില്ല യൂഷ്വലി ഹെപ്പാരിൻ ആവോ കൊടുക്കണ്ട. ഹെപ്പാരിൻ അത്ര അടിപൊളി ആന്റികോയാഗുലന്റ് അല്ല, അതായത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ആന്റികോയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ തന്നെ ആണോ യൂസ് ചെയ്യണത് എന്ന് എനിക്ക് അറിയൂല കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ടെക്നോളജി ഒക്കെ ഭയങ്കര ഉയർന്നില്ലേ. ഹെപ്പാരിനേക്കാൾ അടിപൊളിയായിട്ട് എത്രയോ ആന്റികോയാഗുലന്റ് ഉണ്ട്. അതായത് ഹെപ്പാരിനിൽ തന്നെ ഭയങ്കര വേരിയന്റ് ഉണ്ട്. ഇപ്പൊ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എന്നൊക്കെ പറഞ്ഞിട്ട്
എന്താണ് എഫക്റ്റ് കൂടുതലായിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നത് കോമൺലി യൂസ് ചെയ്ത ആന്റികോയാഗുലന്റ് എന്നുള്ള നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണല്ലോ ഹെപ്പാരിൻ. അതുകൊണ്ടായിരിക്കണം ഹെപ്പാരിൻ എന്ന് പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. കറന്റ്ലി ഏതാ യൂസ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്ക് അറിയൂല. ഇവിടെ ആന്റി ഹെപ്പാരിൻ ഇതാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു വെയിനിലേക്ക് അത് തിരിച്ചെന്ത് ചെയ്യും, കയറ്റും. ഇതാണ് ഹീമോഡയാലിസിന്റെ എന്ത് പ്രോസസ്സ്. നിങ്ങളെ ടെക്സ്റ്റിൽ ഒരു കൺവീനിയന്റ് ആർട്ടറി അല്ലെങ്കിൽ കൺവീനിയന്റ് വെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി ഈ കൺവീനിയന്റ് ആർട്ടറി ഏതാന്ന് വെച്ചാല് അറിയോ? റേഡിയൽ ആർട്ടറി എന്ന് കേട്ടണ? ഇല്ല. റേഡിയൽ ആർട്ടറി കുറേ ടൈപ്പ് ആർട്ടറി ഉണ്ട്. നിങ്ങൾ അനാട്ടമി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. കുറേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. പല പല ടൈപ്പ് ആർട്ടറി ഉണ്ട്. റേഡിയൽ ആർട്ടറി, ബ്രേക്കിയൽ ആർട്ടറി, ഇഷ്ടം പോലെ ആർട്ടറി ഉണ്ട്. ഫെമറൽ ആർട്ടറി, പൊപ്ലീറ്റൽ ആർട്ടറി, അങ്ങനെ ഒരുപാട് ആർട്ടറി ഉണ്ട്. റേഡിയൽ ആർട്ടറി എന്നാണ് യൂഷ്വലി എടുക്കുക. ഈ ഫിഗർ നോക്കണേ. ഇത് കണ്ട ഇങ്ങോട്ട് വരുന്നത് ഇവിടെയാണ് ഏകദേശം റേഡിയൽ ആർട്ടറിന്റെ പൊസിഷൻ വരിക. ഓക്കെ, ഇതാണ് റേഡിയൽ ആർട്ടറി. ഇവിടെ നിന്നാണ് ബ്ലഡ് എന്ത് ചെയ്യുക, എടുക്കുക. ഇനി ഒരു കൺവീനിയന്റ് വെയിൻ വഴിയാണ് ഇത് തിരിച്ച് കയറ്റണെന്ന് പറയുന്നത്. ഈ കൺവീനിയന്റ് വെയിൻ യൂഷ്വലി ഏതാണെന്ന് വെച്ചാല് സെഫാലിക് വെയിൻ പറഞ്ഞൊരു വെയിൻ ഉണ്ട്. കൺവീനിയന്റ് വെയിൻ ഏതാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, ചോദിക്കൊന്നും ഉണ്ടാവില്ല. സെഫാലിക് വെയിൻ വഴിയാണ് എന്ത് തിരിച്ച് കയറ്റം. ഇവിടെയാണ് ഏകദേശം കണ്ട, ഇവിടെയാണ് സെഫാലിക് വെയിനിന്റെ ഒരു പൊസിഷൻ വരുന്നത്. ഓക്കെ, ഫോറാമിലാണ് സെഫാലിക് വെയിനിന്റെ തുടക്കം വരുന്നത്. കൺവീനിയന്റ് ആർട്ടറി റേഡിയൽ ആർട്ടറി ആണ്. കൺവീനിയന്റ് വെയിന് സെഫാലിക് ആണ്. അപ്പൊ കൺവീനിയന്റ് എന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് അത് റേഡിയൽ ആർട്ടറി കൊണ്ട് പറ്റിക്കൊള്ളണം എന്നില്ല, സെഫാലിക് വെയിൻ കൊണ്ട് പറ്റിക്കൊള്ളണം എന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, ബ്രേക്കിയൽ ആർട്ടറി എന്ന് എടുക്കും. അതേപോലെ ബെസിലിക് വെയിൻ പറഞ്ഞൊരു വെയിൻ ഉണ്ട്. ബെസിലിക് വെയിനിലേക്ക് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, തിരിച്ച് കയറ്റുണ്ടാവുക. യൂഷ്വലി റേഡിയൽ ആർട്ടറി എന്നാണ് ബ്ലഡ് എടുക്കുക, തിരിച്ച് സെഫാലിക് വെയിനിലേക്കാണ് ബ്ലഡ് കൊടുക്കുക. ഹീമോഡയാലിസിസ് ക്ലിയർ ആണോ? ആ. ഓക്കെ. അപ്പൊ ഇനി ഹീമോഡയാലിസിസ് കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, അയാളത് റെഡി ആവണില്ല. അതായത് ഹീമോഡയാലിസിസ് കൊണ്ട് പോലും ശരിയാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യണ ഒരു സംഭവമാണ് എന്ത്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ലാസ്റ്റ് ഡയാലിസിസ് കൊണ്ട് നമ്മൾ റെഡി ആവും നോക്കും. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കൂടുതലാ. എന്ത് ഫണ്ട് ഭയങ്കര കൂടുതലാ. ലക്ഷങ്ങളിലായിരിക്കും എന്ത് വരിക, അത് വരിക. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അത്ര വരില്ല, അത്രയും എമൗണ്ട് വരില്ല. പക്ഷെ ഇതേ പറഞ്ഞ മാതിരി ഡയാലിസിസ് നമ്മൾ പോയി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ചിലവർക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്യേണ്ടി വരും, ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും, ഡെയിലി ചെയ്യേണ്ടി വന്നവരുണ്ടാവും. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് പ്രശ്നമുള്ളൂ. പക്ഷെ കിഡ്നി അത് നിർത്താൻ പറ്റൂല. ഡയാലിസിസ് നിർത്താന്ന് പറഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ചെയ്യണില്ലല്ലോ. അപ്പോ ഇത് നൈട്രജനസ് വേസ്റ്റ് നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോ എന്റെ ഉമ്മന്റെ ഉപ്പക്ക് ഡയാലിസിസ് ചെയ്തിരുന്നു. അപ്പോ ഞാനത് ഒബ്സർവ് ചെയ്തത്. അതായത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഡയാലിസിസ് ചെയ്ത് കൊണ്ടുവരുമ്പോ ആള് ഭയങ്കര ഓക്കെ ആയിരിക്കും. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് ഡയാലിസിസ് ചെയ്ത് കൊണ്ടുവരുമ്പോ ആള് ഭയങ്കര ഓക്കെ ആയിരിക്കും. നാളെ കഴിഞ്ഞ് പിന്നെ മറ്റന്നാളാണ് ഡയാലിസിസിന്റെ ഡേ. അപ്പൊ നാളത്തെ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം, എഡിമ വരും. അതായത് ഭയങ്കര ഒരു ഇൻഫ്ലമേഷൻ പോലെ, അല്ലാതെ എന്താണ് നീര് വന്ന പോലെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. നീര് വരും, കയ്യിലും കാലിലും ഒക്കെ നീര് വരും. അപ്പോ പിന്നെ ആൾ ഡയാലിസിസ് ചെയ്ത് വരുമ്പോ അത് ഫുൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഈ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് വരും, നീര് വരുന്നത് കിഡ്നിന്റെ ഒരു ഇതാണ്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പോ ഒ പിയിൽ നമ്മൾ ഒരാള് വന്ന് അയാൾക്ക് പീഡൽ എഡിമ എന്ന് പറയാം. അതായത് കാലിൽ എഡിമ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ നീരുണ്ടെങ്കിൽ ചിലപ്പോ ഒരു റീസൺ, ചിലപ്പോ ഇതൊന്നും ആവില്ല, പല റീസൺ കൊണ്ട് വരാം. ഇപ്പൊ പ്രഗ്നൻസിയിൽ വരാം, അല്ലെങ്കിൽ വേറെ പല റീസൺ കൊണ്ട് വരാം. ഒരു റീസൺ എന്താണ്, കിഡ്നിക്ക് ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരാൾക്ക് നീര് വരും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അത് ഭയങ്കര ഒബ്സർവബിൾ ആണ് അവർക്ക് ഉണ്ടാവുന്ന ആ ചേഞ്ച്. ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകണതിന്റെ മുന്നേ തിരിച്ചു വരുമ്പോഴും. അപ്പൊ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയാലിസിസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റൂല. അതാണ് നമ്മള് മെഡിസിൻ പഠിക്കും അല്ലെങ്കിൽ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ പടച്ചവനെ ഓർക്കും എന്ന് പറയില്ല, അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ഹ്യൂമൻ ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് അതിന്റെ വില മനസ്സിലാവണില്ല. ഒരു പോയിന്റിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡിസീസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പറ്റി ആലോചിക്കുക.
അപ്പോ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്, അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും. അതായത് പുറത്തുനിന്ന് ഒരു ഡോണറിന്റെ അടുത്ത് കിഡ്നി നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. അതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ വിചാരം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെ കണ്ട ഈ പിക്ചർ നോക്കണേ, ഇയാൾക്ക് ഇവിടെ ഒരു കിഡ്നി ഉണ്ടാവും വിചാരിക്കും, 2 കിഡ്നി ഉണ്ടാവും. എന്റെ വിചാരം എന്താ വെച്ചാൽ ഈ കിഡ്നി ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ കിഡ്നി ഇവിടെ വെക്കുന്നിരുന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ മെഡിസിനിൽ കയറി ഇങ്ങനെ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയല്ല. ചിലപ്പോ എന്ത് ചെയ്യും, 2 കിഡ്നിയും, അതായത് അയാളെ ഫങ്ഷണൽ അല്ലാത്ത കിഡ്നി അവിടെ വെക്കും. പകരം ഫിഗർ ഈ ഫിഗർ കണ്ട, ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ഇവിടെയാണ് വെക്കുക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ഇവിടെയാണ് വെക്കുക. അതായത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ഇലിയാക് ഫോസ എന്ന് പറയും. ഇലിയാക് ഫോസ എന്ന് കേട്ടുക്കണ തോന്നുന്നു, ലോക്കോമോഷനിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇലിയാക് ഫോസ എന്ന് പറയും. ആ ഒരു പൊസിഷനിലാണ് എന്ത് ചെയ്യുക, ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി വെക്കുക. പല റീസൺസ് ഉണ്ട് അവിടെ വെക്കാൻ. ഒന്നാമത് എന്താന്ന് വെച്ചാല് ഹൈ ആർട്ടീരിയൽ സപ്ലൈ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു സംഭവം സ്വീകരിക്കണം, നമ്മളെ ബോഡി എന്ത് ചെയ്യണം, അതിനോട് അഡാപ്റ്റ് ആവണം. ഭയങ്കര ചാൻസ് കൂടുതൽ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോ അത്രയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒബ്വിയസ്ലി ഒരു ഡോണറിനെ സെലക്ട് ചെയ്യുക. ബ്ലഡ് ഗ്രൂപ്പ് അത് ഇത് കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷെ എന്നാ പോലും എന്താണ് ഇത് എന്താ വളരെ ചാൻസ് കൂടുതലാണ്, റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മള് എന്താണ് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് വെക്കുക. അപ്പൊ മൂന്നാമത്തെ അല്ല, പുറത്തുനിന്ന് ഡോണർ കിഡ്നി ഇലിയാക് ഫോസയിൽ വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഒന്ന് അവിടേക്കുള്ള സർജിക്കൽ ആക്സസ് ഭയങ്കര ഇതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് സർജറി ചെയ്ത് ഇൻസിഷൻ ഇട്ട് ഇലിയാക് ഫോസയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കര ബ്ലഡ് സപ്ലൈ ഭയങ്കര, അതായത് ഇലിയാക് ആർട്ടറി ഉണ്ട്, ഇലിയാക് വെയിൻ ഉണ്ട്. ബ്ലഡ് സപ്ലൈ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് അവിടെ വെക്കുന്നത്. പിന്നെ കുറച്ചും കൂടി യൂറിറ്ററിനുള്ള ഡിസ്റ്റൻസ് എടുത്തുക്കാം. അങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എന്ത് ഇവിടെ വെക്കുന്നത്. ഇലിയാക് ഫോസയിലാണ് എന്ത് ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി യൂഷ്വലി വെക്കുക. അതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇതുവരെ ഓക്കെ ആണോ? ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു മിനിറ്റ്, ഒരു ഇതും കൂടി ഉണ്ട്. ഇതിന്റെ NCERT-യിൽ എന്താ പറയണു നോക്കെ. അതായത് malfunctioning of kidneys can lead to accumulation of urea in blood, a condition called എന്താണ് uremia, which is highly harmful and may lead to kidney failure. In such patients, urea can be removed by a process called എന്താണ് hemodialysis. During the process of hemodialysis, the blood drained from a convenient artery, ഞാൻ പറഞ്ഞ റേഡിയൽ ആർട്ടറി എന്നാണ് യൂഷ്വലി എടുക്കുക, is pumped into a dialysing unit called എന്താണ് artificial kidney. Blood drained from a convenient artery is pumped into a ആന്റികോയഗുലന്റ് ആഡ് ചെയ്തിട്ടാണ് എന്ത്, അതായത് എടുക്കും, ആന്റികോയഗുലന്റ് ആഡ് ചെയ്യും, എന്നിട്ട് ഡയാലിസിസ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യും, കൊടുക്കും. യൂണിറ്റിൽ എന്താ ഉള്ളത്, കോയിൽഡ് സെലോഫെയിൻ ട്യൂബ് ഉണ്ട്, സറൗണ്ടഡ് ബൈ എ ഫ്ലൂയിഡ്. അത് നമ്മൾ എന്ത് വിളിക്കും, ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് വിളിക്കും. വിച്ച് ഹാവ് ദ സെയിം കോമ്പോസിഷൻ ഓഫ് ദാറ്റ് ഓഫ് പ്ലാസ്മ എക്സെപ്റ്റ് എന്താണ്, നൈട്രജനസ് വേസ്റ്റ് ഇല്ല. ദ പോറസ് സെലോഫെയിൻ membranes of the tube allow the passage of molecule based on the concentration gradient. അതായത് ബ്ലഡിൽ നൈട്രജനസ് വേസ്റ്റ് എന്താണ്, കൂടുതലാണ്. ഹൈ കോൺസെൻട്രേറ്റഡ് ടു ലോ കോൺസെൻട്രേറ്റഡ് എങ്ങോട്ട് പോകും, ഡയാലിസിസിങ് ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും, ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും, നീങ്ങും. As nitrogenous wastes are absent in the dialysing fluid, this substance freely move out, thereby clearing the blood. അപ്പോൾ ബ്ലഡ് എന്താവും, ക്ലിയർ ആവും. The cleared blood is pumped back to the body through a vein. ഏതാണ്, യൂഷ്വലി സെഫാലിക് വെയിൻ വഴിയാണ് തിരിച്ചു കയറ്റുക. ആഡിങ് ആന്റി ഹെപ്പാരിൻ ടു ഇറ്റ്. ദിസ് മെത്തേഡ് ഇസ് എ ബൂൺ ഫോർ തൗസൻഡ്സ് ഓഫ് യൂറീമിക് പേഷ്യൻസ്. അതായത് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടും, പിന്നെ കിഡ്നിക്ക് പ്രശ്നം വന്ന ഒരാൾക്ക് കുറച്ചും കൂടി ലോങ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ള എത്രയോ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ യൂറീമിക് പേഷ്യൻസിന് ഒരു ബൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വരം പോലെ ഉള്ള ഒരു സംഭവമാണ് എന്ത്, ഡയാലിസിസ്. പക്ഷെ നമുക്ക് ഭയങ്കര കുറെ കാലം ഒന്നും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയാലിസിസ് കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല.
കൂടിപ്പോയ 1.5-2 വർഷം. അത് 2 വർഷത്തിൽ കൂടുതൽ പോണ കേസൊക്കെ വളരെ കുറവാണ്. അതോടെ എന്ത് ചെയ്യും, ആൾക്കാർ മരിക്കും. പിന്നെ ദ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ദ അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദ കറക്ഷൻ ഓഫ് ദ അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ. എ ഫങ്ഷനിങ് കിഡ്നി ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം എ ഡോണർ, പ്രിഫറബിളി എ ക്ലോസ് റിലേറ്റീവ് ടു മിനിമൈസ് ഇറ്റ്സ് ചാൻസ് ഓഫ് റിജക്ഷൻ. അതായത് നിങ്ങൾക്കറിയാം എന്ത് റിജക്ഷൻ ഉണ്ടാവും. റിജക്ഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അക്യൂട്ട് റിജക്ഷൻ ഉണ്ട്, ക്രോണിക് റിജക്ഷൻ ഉണ്ട്, ഹൈപ്പർ അക്യൂട്ട് ഉണ്ട്. അതൊന്നും അറിയണ്ട. പല ടൈപ്പ്, പല കാരണങ്ങൾ കൊണ്ട് എന്താവും, റിജക്റ്റ് ആവും എന്ത് നമ്മൾ കൊടുക്കണ ഓർഗൻ. ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. ബട്ട് എന്നാൽ പോലും റിജക്ഷൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് റിജക്റ്റ് ആവുകൊണ്ട് നമ്മൾ അറിയുക. ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഹൈപ്പർ അക്യൂട്ട്, അക്യൂട്ട് ക്രോണിക്, അങ്ങനെ കുറെ സ്റ്റേജസ് ഒക്കെ ഉണ്ട് ഇതിന്. അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. മോഡേൺ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഹാവ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നിക്. പക്ഷെ ഇന്നത്തെ എന്താണ്, നമ്മൾ സയൻസും മെഡിസിനും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റിജക്ഷൻ ഉള്ള സാധ്യതകൾ എന്താണ്, കുറവാണ്. കാരണം അത്രയും ഒരു മൈന്യൂട്ട് അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യണ്ടാവുക. അത്രയും ഡെവലപ്ഡ് ആയി മോഡേൺ മെഡിസിൻ. പിന്നെ നമ്മൾ എന്താണ്, പിന്നെ റീനൽ കാൽക്കുലേറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ എന്താണ്, സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈഡ് സോൾട്ട് ഫോംഡ് വിത്തിൻ ദ കിഡ്നി, യൂഷ്വലി യൂറിറ്റേഴ്സിലൊക്കെയാണ് കാണുക. പിന്നെ എന്താണ്, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലർ ഓഫ് കിഡ്നിനാണ് നമ്മൾ എന്ത് പറയാ, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറയാം. അപ്പൊ ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് 9:30 അല്ലെ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ട്, ഒന്നത്തോടെ ചാപ്റ്റർ കഴിഞ്ഞ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമ്മൾ മിക്സുറേഷനെ പറ്റി പറഞ്ഞ്. മിക്സുറേഷനിൽ എന്താണ്, യൂറിനറി ബ്ലാഡർ ഫിൽ ആവുമ്പോൾ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവും, CNSലേക്ക് ഇത് മെസ്സേജ് പോവും, അവിടുന്ന് തിരിച്ച് മെസ്സേജ് വരും, യൂറിനറി ബ്ലാഡറിന്റെ കൺട്രാക്ഷൻ നടക്കും, സ്ഫിങ്ക്ടേഴ്സ് റിലീസ് ആവും, യൂറിൻ വോയിഡ് ചെയ്യും. ഇതാണ് മിക്സുറേഷൻ. മിക്സുറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. ഈ റിഫ്ലക്സിന്റെ പേരാണ് എന്ത്, മിക്സുറേഷൻ റിഫ്ലക്സ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പിന്നെ റോൾസ് ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. അതായത് കിഡ്നിയാണ് മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ. അതുകൂടാതെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചില ആക്സസറി എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെ, ലങ്സ്, ലിവർ, സ്കിന്ന്, സലൈവ. സലൈവ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് NCERT പറയുന്നത്. ലങ്സ് ആണെങ്കിൽ CO2 വാട്ടർ റിമൂവ് ചെയ്യും. ലിവർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വേറെ കുറെ ഫാക്ടേഴ്സ്, സ്കിന്ന്, സ്വെറ്റ് ഉണ്ട്, സെബേഷ്യസ് ഉണ്ട്, പിന്നെ സലൈവ. അതേപോലെ ഡിസോർഡേഴ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം പറഞ്ഞു. ഏതൊക്കെയാണ്, യുറീമിയ, റീനൽ കാൽക്കുലെ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. യുറീമിയ വരണമെങ്കിൽ നമുക്ക് ഏതർ ഹീമോഡയാലിസിസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. യുറീമിയ കൊണ്ട് മാത്രമല്ല കേട്ടോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വേറെ പല കേസിലും എന്ത് ചെയ്യാൻ പറ്റും, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ആവുന്ന കേസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും. പല കാരണങ്ങൾ കൊണ്ട് റീനൽ ഫെയിലിയർ വരാം. കുറെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പ്രീ റീനൽ, റീനൽ, പോസ്റ്റ് റീനൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ പ്രീ റീനൽ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, അതായത് കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞുകൊണ്ട്. പ്രീ റീനൽ, കിഡ്നി എത്തുന്നതിന്റെ മുന്നേ എന്ന് ഉദ്ദേശിക്കണം. ബ്ലഡ് ഫ്ലോ കുറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഫെയിലിയർ വരാം. ഇപ്പൊ റീനൽ എന്ന് പറയാൻ വിത്തിൻ ദ കിഡ്നി എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് റീനൽ ഫെയിലിയർ വരാം. അതായത് ഇപ്പോ എന്താ പറയാ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഒരു കാരണമാണ്. പിന്നെ അതേപോലെ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഒക്കെ, കിഡ്നിന്റെ നെക്രോസിസ് എന്ന് പറഞ്ഞാല് സെൽസ് നശിച്ചു പോവുക. പിന്നെ പോസ്റ്റ് റീനൽ പറയുമ്പോൾ എന്താണ്, ഇപ്പോ ഒബ്സ്ട്രക്ഷൻ ഓഫ് യൂറിനറി ഫ്ലോ, അതുകൊണ്ട് കിഡ്നിക്ക് എന്ത് റീനൽ ഫെയിലിയർ വരാം. അങ്ങനെ റീനൽ ഫെയിലിയർ കാരണം ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും. പിന്നെ റീനൽ കാൽക്കുലേനെ പറ്റി പറഞ്ഞ്, ഗ്ലോമറുലോ നെഫ്രൈറ്റിസിനെ പറ്റി പറഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഹീമോഡയാലിസിസിനെ പറ്റി പറഞ്ഞ്. ഡയാലിസിസ് എന്താണ്, ഹീമോഡയാലിസിസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഒരു കൺവീനിയന്റ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുക്കും, ആന്റികോയഗുലന്റ് ആഡ് ചെയ്യും, സെലോഫിൻ ട്യൂബ് വഴി പാസ് ചെയ്യും, നൈട്രജനസ് വേസ്റ്റ് ഡിഫ്യൂസ് ചെയ്യും ഡയാലിസിസ് യൂണിറ്റിലേക്ക്, ആന്റിഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് കൺവീനിയന്റ് വെയിനിലേക്ക് തിരിച്ചാക്കും. ഇതാണ് എന്ത്, ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അതന്നെ കഴിഞ്ഞ്. ഇന്നത്തോടെ ചാപ്റ്റർ കഴിഞ്ഞ്. വായിക്കുക, NCERT വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, PDF അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയും. റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ അല്ലേ? പറയാം.